Ladies and gentlemen, boys and girls, Platform 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് മംഗലാപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. കർണാടകയിലെ കോസ്റ്റൽ കർണാടകയിലുള്ള മംഗളൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിവിടുന്ന് ഒരു സൂപ്പർ അത്യുഗ്രൻ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ബോംബെയിലേക്കാണ് പോകുന്നത്, മുംബൈയിലേക്ക് മംഗലാപുരത്തു നിന്ന് മാംഗ്ലൂരിൽ നിന്ന് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. സിമ്പിൾ. നമ്മളിന്നൊരു വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ് നമ്മൾ പോകുന്നത്. നമ്മളിന്ന് ഇവിടുന്ന് 20646 മാംഗ്ലൂർ സെൻട്രൽ ടു മഡ്ഗാവ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് ഇവിടുന്ന് മഡ്ഗാവിലേക്കാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. അവിടുന്ന് അങ്ങോട്ട് 22230 മഡ്ഗാവ് മുംബൈ CSMT വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് കയറി നമ്മൾ മുംബൈയിലേക്ക് പോകും. അപ്പോൾ ഇന്ന് രാവിലെ 8:30 ഇവിടുന്ന് തുടങ്ങി ഇന്ന് രാത്രി ഏകദേശം 11 മണിയോടുകൂടി 10:45-11 മണിയോടുകൂടി മുംബൈയിലെത്തുന്നവരെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വന്ദേ ഭാരത് എന്ന് വിളിക്കുന്നത്. ഇത് ചിലപ്പോൾ ഒരു പാർട്ടായിട്ടായിരിക്കും ഇറക്കുന്നത്, അല്ലെങ്കിൽ 2 പാർട്ടായിരിക്കും. കണ്ടൻറ്റ് ലെങ്ത് അനുസരിച്ച് ഒരു പാർട്ട് അല്ലെങ്കിൽ 2 പാർട്ടായിട്ടുള്ള 2 വീഡിയോസായിട്ട് ഇറക്കാനാണ് ഞാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും ഗോവയിലേക്ക് പോകാനുള്ള യാത്രക്കാർക്കുള്ളൊരു വളരെ എളുപ്പമാർഗ്ഗമാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്. കാരണം കേരളത്തിൽ നേത്രാവതി എക്സ്പ്രസ് ആയാലും മംഗള എക്സ്പ്രസ് ആയാലും പല ട്രെയിനുകൾക്കും ഗോവയിലേക്ക് ടിക്കറ്റ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കേസുകളിൽ അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് മലബാറുകാർക്കും രാവിലെ ഒരു 7:30 ഉള്ളിൽ ഇവിടെ എത്തുന്ന പോലെ മംഗലാപുരം എത്തുന്ന പോലത്തെ ട്രെയിനുകൾ, അതായത് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് അല്ലാന്നുണ്ടെങ്കിൽ ചെന്നൈ മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് കയറി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് 8:20 പുറപ്പെടുന്ന വന്ദേ ഭാരത്തിൽ കയറിയാൽ ഉച്ചയോടുകൂടി ഗോവയിലെത്തിപ്പെടാം. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് പൊതുവേ തിരക്കുറവാണ്. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട്. ഇന്നിപ്പോൾ ചാർട്ടിങ് കഴിഞ്ഞിട്ട് ഒരു 20-ൽ താഴെ സീറ്റുകളെ കാലി വന്നിട്ടുള്ളൂ. കാര്യം ഇന്നിപ്പോൾ ക്രിസ്മസ് ദിനമാണ്, ക്രിസ്മസ് ഡേ ആണ് ഇന്ന്. അതാണ് ഞാൻ റെഡ് കളർ ടീഷർട്ടൊക്കെ ഇട്ടിറങ്ങിയത്. ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. ക്രിസ്മസ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നും നാളെ മറ്റന്നാളൊക്കെ ഈ ഒരു ആഴ്ച ന്യൂ ഇയർ വരെ വണ്ടി വെയിറ്റിംഗ് ലിസ്റ്റാണ്. ബട്ട് അതർവൈസ് ഇതൊരു വളരെ നല്ല ഓപ്ഷനാണ്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് കോയമ്പത്തൂർ ആ സൈഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരായാലും ഈവൻ ഫ്രം ചെന്നൈ ആണെന്നുണ്ടെങ്കിലും വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് പിടിച്ച് നേരെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് കിട്ടും. ഇപ്പം ഞാൻ തന്നെ ഇന്നലെ ഷൊർണൂരിൽ നിന്ന് ഇങ്ങോട്ട് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിനാണ് വന്നത്. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് രാവിലെ നിന്ന് ഏകദേശം 5:55 ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇപ്പോൾ സ്ലീപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂമിലിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഇൻട്രോ എടുക്കാൻ പുറത്തോട്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ അതായിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകാം. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1A നിന്ന് 8:30 പുറപ്പെടുന്ന അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റേഷനുള്ളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. കുറച്ച് കാലം കഴിഞ്ഞാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ നേരത്തെ കാസർഗോഡ് വർക്ക് ചെയ്തപ്പോൾ കുറച്ച് അധികം പ്രാവശ്യം ഇവിടെ വന്ന് ഇവിടെ നിന്നുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നമുക്കൊന്ന് ചടന്ന് ഉള്ളിലേക്ക് പോകാം. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ 20646 പ്ലാറ്റ്ഫോം നമ്പർ 1A നിന്ന് പുറപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ കോച്ച് പൊസിഷൻ ബോർഡ്. 1A ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ C4 അപ്പോൾ 5ാമത്തെ കോച്ചായിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നമുക്കെന്നാൽ പ്ലാറ്റ്ഫോം 1A പോകാം. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 കയറിയിട്ട് 1 വഴി ടുവേർഡ്സ് കോഴിക്കോട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അറ്റത്തെത്തുമ്പോൾ പ്ലാറ്റ്ഫോം 1A എന്ന് പറഞ്ഞാൽ 2 പ്ലാറ്റ്ഫോംസ് കാണാൻ പറ്റും. പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ വന്ന പ്ലാറ്റ്ഫോം, അതിൻ്റെ സൈഡിലുള്ള ബേ ലൈനാണ് പ്ലാറ്റ്ഫോം 1A എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ വന്ദേ ഭാരത് ഓൾറെഡി കിടക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമുക്കൊരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആകുമ്പോഴാണ് നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തം വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ്. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈവനിങ് സ്നാക്സും ഡിന്നറും എല്ലാം നമുക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഫുൾ ഡേ IRCTC ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ളൊരു റിവ്യൂവും കൂടിയാണ് അടുത്ത 1-2 വീഡിയോസായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്. നമ്മുടെ വന്ദേ ഭാരത് ഇവിടെ തണലത്ത് കിടപ്പുണ്ട്. ഇവിടെ അവർ ആക്ച്വലി എനിക്ക് തോന്നുന്നു 8 കാർ വന്ദേ ഭാരത്തുകൾ അവർ എനിക്ക് തോന്നുന്നു ഈ ബേ ലൈനിലാണ് ഒന്ന് സ്ഥിരമായിട്ട് എടുക്കുന്നത്. കാരണം ഇവിടെ ബേ ലൈനിൽ തന്നെ അവർ 8 കാർ വന്ദേ ഭാരത് ടു ഡ്രോപ്പ് ടു ദിസ് ബോർഡ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു സ്റ്റോപ്പ് സൈനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ അവർ 8 കാർ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളൊക്കെ ഇതിനകത്ത് തന്നെ നിന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം നിലവിലും മംഗലാപുരത്ത് വരുന്ന 2 വന്ദേ ഭാരത് 8 കാർ വന്ദേ ഭാരതുകളാണ്. അപ്പോൾ സുഖമായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 1A 2 ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മുടെ ട്രെയിൻ യാത്രയുടെ ഫെയറിനെ പറ്റി പറഞ്ഞേക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ്സിൻ്റെ. അപ്പോൾ നമ്മുടെ ട്രെയിൻ 20646 വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ്. നമ്മുടെ ഫെയർ എന്ന് പറയുന്നത് 1330 രൂപയാണ്. അതിൽ 364 രൂപയാണ് കാറ്ററിംഗ് ചാർജായിട്ട് വരുന്നത്.
ഈ കാറ്ററിംഗ് ചാർജിനകത്ത് ഒരു മോർണിംഗ് ടീ, ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ ലഞ്ച് സെർവ്ഡ് ആണ്. ഇതേ ട്രെയിനിന് എക്സിക്യൂട്ടീവ് ക്ലാസ്സിന് ഫെയർ വരുന്നത് 2350 രൂപയാണ്. അതിൽ 419 രൂപയാണ് കാറ്ററിംഗ് ചാർജ് വരുന്നത്. ഇതൊക്കെയാണ് ഈ ട്രെയിനിൻ്റെ ഫെയർ. ഈ വണ്ടി നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് 8:30 പുറപ്പെട്ടിട്ട് ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മഡ്ഗാവിൽ എത്തിച്ചേർക്കും. നമ്മളെ മഡ്ഗാവിൽ നിന്ന് 1:10 8:30 പുറപ്പെട്ടിട്ട് 1:10 മഡ്ഗാവിലെത്തും. ഇതിനാകെ 2 സ്റ്റോപ്പുകൾ മംഗലാപുരം വിട്ട് കഴിഞ്ഞാൽ ഉടുപ്പിയും അതുപോലെ കാർവാറും. പ്രോബ്ലി സ്റ്റോപ്പില്ലായ്മയായിരിക്കും വണ്ടി അത്ര പോപ്പുലർ ആവാണ്ടിരിക്കാനുള്ള ഒരു കാരണം. നമ്മുടെ ട്രെയിനിൽ എല്ലാ കോച്ചുകളുടെയും പുറത്ത് അവർ വാട്ടർ ബോട്ടിൽസും അതുപോലെ വേസ്റ്റ് ബിന്നും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കാറ്ററിംഗിൻ്റെ സ്റ്റാഫുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. വണ്ടി ഓപ്പൺ ചെയ്തിട്ട് വേണം അവർക്ക് സാധനങ്ങളൊക്കെ കയറ്റി സർവീസ് ആരംഭിക്കാൻ. കാര്യം വാട്ടർ ബോട്ടിൽസ് എല്ലാ സീറ്റിലും വെക്കണം. അതുപോലെ ന്യൂസ് പേപ്പർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാമായിട്ട് അവർ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. മീൻമേൽ അപ്പുറത്തുനിന്ന് SMET ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. പഴയ ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ്. ഇപ്പോൾ നിലവിലത് SMET ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. WDP 4D ആണ് ലോക്കോ. WDP 4D 40305 കൃഷ്ണരാജപുരം ഷെഡിൻ്റെയാണ് ലോക്കോ. അതിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന റെഡ് കളർ LHB റേക്ക് എന്ന് പറയുന്നത് ചെന്നൈ സെൻട്രൽ മാംഗ്ലൂർ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അപ്പോൾ ഈ വണ്ടിക്ക് വന്നാലും സൂപ്പർ ഫാസ്റ്റ് വന്നാലും സുഖമായിട്ട് വന്ദേ ഭാരത് കിട്ടും. കാരണം സൂപ്പർ ഫാസ്റ്റ് ഏകദേശം 7 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തും. അപ്പോൾ കണ്ണൂർ എക്സ്പ്രസ് എത്തി. കണ്ണൂർ എക്സ്പ്രസ്സിന് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തെ എൻ്റെ ലൈനിന് സാധാരണ ഇതിലൊരു ഇലക്ട്രിക് ലോക്കോണ് കിട്ടുന്നത്. മംഗലാപുരം ടു കണ്ണൂറുള്ള ട്രിപ്പിന് ഇലക്ട്രിക് ലോക്കോണ് ട്രെയിൻ യൂഷ്വലി കിട്ടുന്നത്. SMET കണ്ണൂർ എക്സ്പ്രസ്സിൻ്റെ റിവേഴ്സിൽ നടക്കുകയാണ്. SMET കണ്ണൂർ എക്സ്പ്രസ്സിന് ഇവിടുന്ന് ഒരു WAP 4 ആണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ എറണാകുളത്തിൻ്റെ ഒരു ആൽക്കോ 11452 ഡെഡായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ലോക്കോ തിരിച്ച് എറണാകുളം ഷെഡിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ലോക്കോ ഇവിടെ നിന്നിപ്പോൾ കണ്ണൂർ പോയിട്ട് കണ്ണൂരിൽ നിന്ന് ഉച്ചയ്ക്കുള്ള കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റിയിൽ ഡെഡായിട്ട് തന്നെ കൊണ്ടുപോകും നേരെ എറണാകുളത്തേക്ക്. അങ്ങനെയാണ് ഇത് എറണാകുളം ഷെഡിലേക്ക് തിരിച്ചു പോകുന്നത്. ലീഡ് ലോഗോ 22841 പോലുണ്ട് നമ്പർ കണ്ടിട്ട്. അരക്കോണം ഷെഡിനെ ആയിരിക്കും. അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഒരു ട്രെയിൻ ഇറങ്ങി പോകുന്നുണ്ട്. അത് ഷണ്ടിങ് പോലുണ്ട് കണ്ടിട്ട്. മോസ്റ്റ് പ്രോബ്ലി ഷണ്ടിങ് ആയിരിക്കും. യാർഡിലേക്ക് ഏതെങ്കിലും റേക്ക് ഷണ്ട് ചെയ്യുന്നതായിരിക്കും. അല്പം മുമ്പ് ഏറനാട് എക്സ്പ്രസ് പോയിട്ടുണ്ട്. ഏറനാട് എക്സ്പ്രസ് ഇവിടുന്ന് 7:20 പോയിട്ടുണ്ട്. നമ്മളിവിടെ കാത്തിരിക്കുന്ന സമയത്ത് വേറെ വണ്ടി കയറി വരുന്നുണ്ട്. ഇതേതാ വണ്ടി എന്നറിയില്ല. അനൗൺസ്മെൻ്റ് ഒന്നും വന്നില്ലായിരുന്നു ഇതിൻ്റെ. 22843 അരക്കോണത്തിൻ്റെയാണ് ലോക്കോ ലീഡിങ്. കണ്ടിട്ട് മുഴുവൻ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ മിക്കവാറും ചെറുവത്തൂർ കണ്ണൂർ പാസഞ്ചർ ആയിരിക്കും. WAP 4 22843 ആണ് ലോക്കോ. അതന്നെ ചെറുവത്തൂർ മംഗലാപുരം പാസഞ്ചറാണിത്. അപ്പോൾ കാസർഗോഡ് സൈഡിൽ നിന്നൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ട്രെയിനിന് വന്നാലും നമുക്ക് വന്ദേ ഭാരത് പിടിക്കാൻ പറ്റും. ഇതിപ്പോൾ 7:49 വന്ദേ ഭാരത് 8:30 ഇവിടുന്ന് പോകുള്ളൂ. ഇപ്പോൾ സമയം ഇപ്പോൾ 7:51. ഇതുവരെ റേക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല. റേക്ക് ഓൺ ചെയ്ത് ഓപ്പൺ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഈ കാണുന്നതായിരിക്കും നമ്മുടെ കോച്ച് 235716 മോട്ടോർ കോച്ചാണ്. ഞാൻ മോട്ടോർ കോച്ചുകളെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഇതിൻ്റെ അടിയിലാണ് ട്രാക്ഷൻ മോട്ടർ ഉള്ളത്. ഇതിനുള്ളിൽ ഒരുപാട് ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ അടിയിലാണ് ട്രാക്ഷൻ മോട്ടർ ഇരിക്കുന്നത്. ആ ട്രാക്ഷൻ മോട്ടോഴ്സിനുള്ള വെൻറ്റിലേഷൻ വെൻറ്റുകളാണ് ആ കാണുന്നത്. ആ ഇടയ്ക്ക് കാണുന്ന ഗ്രില്ല് പോലത്തെ സാധനം അതിൻ്റെ വെൻറ്റിലേഷൻ വെൻറ്റുകളാണ്. ഈ വെൻറ്റിലേഷൻ വെൻറ്റുകൾ വഴിയാണ് ട്രാക്ഷൻ മോട്ടോഴ്സിന് ആവശ്യമായ കൂളിംഗ് എയർ എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത കോച്ചിൽ പാൻറ്റോഗ്രാഫുള്ള കാറാണ് നമ്മുടെ തൊട്ടടുത്ത കോച്ച്. അപ്പോൾ ഇതിൽ ഏത് പാൻറ്റോഗ്രാഫാണ് റേസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. കാരണം 2 പാൻറ്റോഗ്രാഫ് ഉണ്ട് ഈ ട്രെയിനുകൾക്ക്. ഒന്ന് ഈ കോച്ചിലുണ്ട്, ഒന്നൊരല്പം മുമ്പിലായിട്ട് ആ എക്സിക്യൂട്ടീവ് ക്ലാസ് കോച്ചിൻ്റെ മുകളിലും പാൻറ്റോഗ്രാഫ് ഉണ്ട്. ഇതിൽ ഏതാ റേസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. അത് റേസ് ചെയ്യുന്ന കാണാൻ പറ്റുമോ എന്ന് നോക്കി നിൽക്കുകയാണ് ഞാൻ കുറച്ച് നേരമായിട്ട്. പക്ഷേ ഇതുവരെ ക്രൂ വന്നത് ഓൺ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. തിരക്ക് എത്തിയത് കഴിഞ്ഞു പ്ലാറ്റ്ഫോമിലോട്ട്. ഇന്ന് ഞാൻ പറഞ്ഞ ക്രിസ്മസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് ട്രെയിന്. വണ്ടി ഏറെക്കുറെ ഫുള്ളാണ്. 10ൽ താഴെ സീറ്റേ കാലിയുള്ളൂ. എൻ്റെ തൊട്ടടുത്ത സീറ്റും ഫുള്ളാണ്. എനിക്കൊരു വിൻഡോ സീറ്റാണ്. ഞാൻ ഇവിടുന്ന് കണ്ടിടത്തോളം വെച്ചാൽ റൈറ്റ് സൈഡിലാണ് വിൻഡോ സീറ്റ്. അത് ഫോർവേഡ് ഫേസിംഗ് ആണോ ബാക്ക്വേർഡ് ഫേസിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ല. ട്രെയിൻ തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ട്രെയിൻ വർക്ക് ചെയ്യാനുള്ള ക്രൂ ജസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അധികം താമസിയാതെ നമ്മുടെ കോച്ചുകളൊക്കെ ഓപ്പൺ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ പോകുന്നതാണ് നമ്മുടെ ട്രെയിൻ വർക്ക് ചെയ്യാനുള്ള ക്രൂ. LPയും ALPയും. ഇവർക്ക് ലൈൻ ബോക്സ് ഇല്ല, പകരം അങ്ങനെ ട്രോളി ബോക്സാണ് ഇവർക്ക്. അപ്പോൾ അതും പിടിച്ചുകൊണ്ട് അവർ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. മിക്കവാറും അവർ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ഓപ്പൺ ചെയ്യുമായിരിക്കും.
ക്രൂ കയറിയിട്ടുണ്ട്. എയർ ബ്രേക്ക് സിസ്റ്റത്തിലോട്ട് ഒരു കൈ വെച്ചിട്ടുണ്ട്. ഡോറിൻ്റെ ഒക്കെ ലൈറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡോർ മിക്കവാറും ഇപ്പോൾ ഓപ്പൺ ആവും. യെസ്, നമ്മൾ ആഗ്രഹിച്ച നിമിഷം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. യെസ്, നമ്മുടെ പാൻറ്റോഗ്രാഫ് റേസ് ചെയ്തു. റേക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാൻറ്റോഗ്രാഫ് വന്ന് റേസ് ചെയ്യുന്നവർ മറ്റേ പാൻറ്റോഗ്രാഫ് റേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പാൻറ്റോഗ്രാഫാണ് നമ്മുടെ ഇന്നത്തെ റേക്കിന് ഉപയോഗിക്കുന്നത്, ഇന്നത്തെ ട്രിപ്പിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് താമസിച്ചപ്പോൾ ഡോറൊക്കെ ഓപ്പൺ ചെയ്യുമായിരിക്കും. കാര്യം പാൻറ്റോഗ്രാഫ് റേസ് ചെയ്ത് പവർ സപ്ലൈ കിട്ടും. പവർ സപ്ലൈ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്യാം. ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞാൽ നമുക്കും പതുക്കെ കയറി ഇരിക്കാമായിരുന്നു. നമുക്ക് ലഗേജ്, ഞാൻ ഒരു ഹെവി ബാഗും കൊണ്ടാണ് നിൽക്കുന്നത്. കാര്യം 4-5 ദിവസത്തെ ട്രിപ്പാണ്. നമ്മൾ കുറച്ചധികം ട്രെയിനുകൾ നമ്മൾ ഈ ട്രിപ്പിൽ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ അധികം വീഡിയോസ് വരുമെന്ന് എനിക്കറിയില്ല. കുറച്ചധികം ട്രെയിനുകളുണ്ട്. ഏകദേശം ഒരു 4000 കിലോമീറ്ററിനടുത്തുള്ള യാത്ര നമ്മുടെ ഈ ട്രിപ്പിലുണ്ട്, നമ്മൾ 4 ദിവസം കൊണ്ട്. അപ്പോൾ ഡോറുകൾ തുറന്നു കഴിഞ്ഞാൽ നമുക്കകത്ത് ഒരു ബാഗൊക്കെ ഒന്ന് വെച്ചിട്ട് സമാധാനമായിട്ട് നിൽക്കാമായിരുന്നു. ഡോറുകൾ കാറ്ററിംഗ് സ്റ്റാഫ് ഓപ്പൺ ചെയ്തു. അവരിവിടെ നിന്ന് ഓപ്പൺ ചെയ്തില്ല, ഇവരിവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. ആൾക്കാരൊക്കെ ഇടിച്ച് കയറി. നേരത്തെ പറഞ്ഞ തന്നെ ഇതാണ് നമ്മുടെ കോച്ച് C4 235716 മോട്ടോർ കോച്ചാണ്. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ സീറ്റ് എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. സീറ്റ് നമ്പർ 19ലാണ് ഞാൻ. ഇപ്പോഴാണ് എൻ്റെ കുട്ടൻസ് മനസ്സിലായത്. രണ്ടും 1 to 7 ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ ആരോ ശ്രദ്ധിക്കണം, മുദ്ര ശ്രദ്ധിക്കണം. ഒരെണ്ണത്തിൽ 78-ന് 1-ലേക്ക് ആരോ ഇട്ടിരിക്കുന്നു, മറ്റിൽ 1-ൽ നിന്ന് 78-ലേക്ക് ആരോ ഇട്ടിരിക്കുന്നു. നമ്മൾ 19 ശരിക്കും മറ്റേ ഡോറാണ്. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് ഇറങ്ങാം. നമ്മുടെ 1 ഡേ ഭാരത് എക്സ്പ്രസ് യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ട്രെയിനിൽ കയറുന്നു. അത്യാവശ്യം തിരക്കുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ല. നമ്മളൊരു കാലി റൈഡാണ് എക്സ്പെക്ട് ചെയ്തെങ്കിലും വണ്ടി ഫുള്ളാണ്. ഞാൻ നമ്മുടെ കോച്ച് ഓൾറെഡി നല്ല തിരക്കായി കഴിഞ്ഞു. 19 എൻ്റെ സീറ്റ്. നമുക്ക് സീറ്റിൽ പോയി ഇരിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സീറ്റ് നമ്പർ 19. ഒരു വിൻഡോലെസ് വിൻഡോ സീറ്റാണ്. അപ്പോൾ ആ വിൻഡോ ആണ് നമ്മുടെ സീറ്റ്. നമുക്കൊരു വിൻഡോ ഇല്ല സത്യം പറഞ്ഞാൽ. ഇവിടെ പില്ലറാണ്. ഈ വിൻഡോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത്രയാണ് നമ്മുടെ വ്യൂ. കഷ്ടമാണ് നമുക്കൊക്കെ ഇങ്ങനെ സീറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ വന്ദേ ഭാരതി കാണുന്ന പോലെ തന്നെ അടിപൊളി സീറ്റാണ്. നല്ല റെസ്റ്റ് ഉണ്ട്. പതിവ് പോലെ കുപ്പിയുടെ സ്ഥലം അവിടെ തന്നെയാണ്. കാല് വയ്ക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കുപ്പി വയ്ക്കുന്ന സ്ഥലം. ട്രേ ടേബിളുണ്ട്, ഹുക്കുണ്ട്, സംഭവങ്ങളെല്ലാം ഉണ്ട്. പതിവ് പോലെ തന്നെ. ഇതൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. സാധാരണ വന്ദേ ഭാരതിൽ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ റീഡിംഗ് ലാമ്പുണ്ട്. ചത്തെടുക്കാണ്, വർക്കിംഗ് അല്ല, ഓൺ ചെയ്തിട്ടില്ലായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ സാധാരണ ഉള്ള പോലെയൊക്കെ തന്നെയാണ്. ബാക്കി നമുക്ക് പോകെ കാണാം. അപ്പോൾ ഈ ഗാഡി മംഗളൂരു സെൻട്രൽ से മഡ്ഗാവ് തക് എന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റോപ്പ് 67 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഉടുപ്പിയിലാണ് നെക്സ്റ്റ് സ്റ്റോപ്പ്. മംഗളൂരു സെൻട്രൽ മഡ്ഗാവ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് നമ്മളിപ്പം. ഈ ട്രെയിനിൽ നിന്ന് ആക്ച്വലി കൂടുതലും ഗ്രൂപ്പുകളാണ്, ഫാമിലീസും ഗ്രൂപ്പ്സുമാണ്. നമ്മളെപ്പോലത്തെ ഇൻഡിവിജ്വൽസ് വളരെ കുറവാണ്. വണ്ടി പുറപ്പെടുന്നതിന് വേണ്ടി 10 കൊണ്ടുവന്നിട്ട് ഇത് ഹിന്ദു ആണ് മാംഗ്ലൂർ ഡിവിഷൻ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പണിയുണ്ട്. നമുക്കിന്ന് കുറച്ച് കട്ട് ഇംഗ്ലീഷ് വായിച്ച് പിടിക്കാം. വാട്ടർ ബോട്ടിൽ വെത്തി. ഇത് പാറശാലയിൽ ഉണ്ടാക്കിയ വാട്ടർ ബോട്ടിലാണ്. 500 ml. പാറശാലയിൽ ഇപ്പോൾ 500 ml ഉണ്ടാക്കുന്നില്ല. സമയം ഇപ്പോൾ 8:27. ഇനി 3 മിനിറ്റും കൂടി ഉണ്ട് നമ്മുടെ ഡിപ്പാച്ചറിന്. അപ്പോൾ അതിന് താമസിച്ചാൽ ഡോറ് ക്ലോസ് ആവുമെന്ന് തോന്നുന്നു. ഇവിടെ സ്റ്റാർട്ടർ സിഗ്നൽ കാണാൻ വയ്യ. സ്റ്റാർട്ടർ സിഗ്നൽ റൈറ്റ് സൈഡിലാണ്. ഇതാണ് നമ്മൾ പുറപ്പെടുന്ന പ്ലാറ്റ്ഫോം. ആദ്യം താമസിച്ച് നമ്മൾ പുറപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഡോറടയായി. സമയം ഇപ്പോൾ 8:29. 1 minute ബിഫോർ ടൈം ഡോറടയുന്നുണ്ട്. ഡോർ അടഞ്ഞു. വി ആർ ഗുഡ് ടു ഗോ. നമ്മുടെ കോച്ച് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി പണിതാണ്. ഒബ്വിയസ്ലി വേറെ ആരും നിലവിൽ വന്ദേ ഭാരത് കോച്ചിൽ പണിയുന്നില്ല. ആകെ ബെമൽ ഒരു പ്രോട്ടോടൈപ്പ് മാത്രമേ പണിതിട്ടുള്ളൂ. അവർക്ക് ഇനി 9 കൂടെ ഒരു പണി എന്നാണ് പറയുന്നത്, വാട്ടർ ഇട്ടസ്. അപ്പോൾ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയാണ് പണിതിരിക്കുന്നത്. മോട്ടോർ കോച്ചാണ്. IR 235716 ഓഗസ്റ്റ് 2023 പണിത കോച്ചാണ്. ഇപ്പോൾ 1 വർഷത്തിന് മേലെ പ്രായമുണ്ട്. മെയിൻ്റനൻസ് വളരെ ആവറേജാണ്. സത്യസന്ധമായ ഫീഡ്ബാക്കാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ. വളരെ ആവറേജ് മെയിൻ്റനൻസ് ആണ്. ഡോർ വീണ്ടും തുറക്കുകയാണെന്ന് തോന്നുന്നു. വളരെ ആവറേജ് മെയിൻ്റനൻസ് ആണ്. മൊത്തത്തിലൊരു ഇതില്ല. ടോയ്ലറ്റ്സൊക്കെ തന്നെ ടാപ്പൊക്കെ പോയിട്ട് പഴയ സാധാരണ ടാപ്പായി. അതുപോലെ സോപ്പ് ഡിസ്പെൻസറൊന്നും ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഫ്ലഷുകൾ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ പോയ ടോയ്ലറ്റിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊന്നും കൂടി പോയി ടോയ്ലറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. വണ്ടി പുറപ്പെട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കൃത്യസമയമായ
8:30 നമ്മൾ മംഗലാപുരം സെൻട്രൽ മംഗളൂരു സെൻട്രലിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ മലയാളികൾ മംഗലാപുരം എന്ന് പറഞ്ഞ് മംഗലാപുരം എന്നേ വായിൽ വരുന്നുള്ളൂ. മംഗളൂരു സെൻട്രലിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടിരിക്കുന്നു. പുറപ്പെട്ടോണ്ട് നിർത്തി, എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്തോ സീനുണ്ട്. പുറപ്പെട്ടോണ്ട് വണ്ടി നിർത്തി. വീണ്ടും പുറപ്പെട്ടു. അപ്പം അങ്ങനെ നമ്മൾ മംഗളൂരു സെൻട്രലിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പം എന്താ പറയുക, നമുക്ക് നമ്മുടെ സീറ്റിലേക്ക് പോകാം. നല്ല വിശപ്പായി. എനിക്കൊന്ന് ഓർഡറിന് അധികം താമസിച്ചത് ഒരു ഫുഡ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നു തോന്നുന്നു. ഇതാണ് നമ്മുടെ പാൻട്രി. ഇവിടെയാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഹോട്ട് കേസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ വാട്ടർ ബോയിലർ. ഈ വാട്ടർ ബോയിലറിൽ നിന്നാണ് നമുക്ക് ചായ ഉണ്ടാക്കാനുള്ള ചൂടുവെള്ളമൊക്കെ തരുന്നവർ. നമുക്ക് നമ്മളിൽ പോയിരിക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മാംഗ്ലൂർ ജംഗ്ഷൻ സൈഡിലേക്കുള്ള ട്രാക്കിലേക്ക് കയറുകയാണ് ഓൾറെഡി. ഇനി ഇവിടെ നിന്ന് അല്പം മുന്നോട്ട് പോയിട്ട് നമ്മൾ മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് പോകേണ്ട ലെഫ്റ്റിലേക്ക് ഇങ്ങനെ തിരിഞ്ഞങ്ങ് പോകും. നേരെ പോകുന്ന ട്രാക്ക് ടുവേർഡ്സ് നേത്രാവതി ക്യാബിൻ, അങ്ങനെ കാസർഗോഡ് ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കാണ്. ഇതിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്ന ട്രാക്ക് കാണുന്നത് ബന്ദർയാടി എന്ന് പറയുന്ന ട്രാക്കാണ്. ഇത് മിക്കവാറും മാവേലി എക്സ്പ്രസ് ആയിരിക്കണം. 3031 മാവേലി എക്സ്പ്രസ് അല്ല, ഇത് കാച്ചിഗുഡ മുരുടേശ്വർ എക്സ്പ്രസ്. അപ്പം നമ്മൾ ടുവേർഡ്സ് മാംഗ്ലൂർ സെൻട്രലിൽ തിരിഞ്ഞു കഴിഞ്ഞു. നേരെയുള്ള ലൈനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ടുവേർഡ്സ് നേത്രാവതി ബ്രിഡ്ജ് ഷൊർണൂർ പോകുന്നത്. നമ്മൾ ടുവേർഡ്സ് മാംഗ്ലൂർ സെൻട്രലിലേക്ക് തിരിഞ്ഞു, മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് തിരിഞ്ഞു. ആ കയറി വരുന്ന ലൈനുകൾ നേത്രാവതിയിൽ നിന്ന് ടുവേർഡ്സ് മാംഗ്ലൂർ ജംഗ്ഷൻ പോകുന്ന ലൈനുകളാണ്. മാംഗ്ലൂർ ജംഗ്ഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്.
ബ്രേക്ക്ഫാസ്റ്റ് സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതെനിക്ക് തോന്നുന്നു നോൺ വെജാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മുടെ വെജാണല്ലോ, കുറച്ചും കൂടി സമയം എടുക്കും. സാധാരണ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ആദ്യം നോൺ വെജ് കൊടുത്തു എടുത്തിട്ട് പിന്നെയാണ് വെജ് വരുന്നത്. ഈ കാണുന്ന ലൈന് നമുക്കറിയാമല്ലോ, ഹാസനിലേക്ക് കൊണ്ടുപോകുന്ന ലൈനാണ്. നമ്മൾ ടുവേർഡ്സ് KR നമ്മൾ യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അതായിരുന്നു ബൈപ്പാസ് ലൈന്. ഈ നടുക്ക് സ്തൂപം ഈ സാധനം ഇരിക്കുന്ന വലിയൊരു ഉപദ്രവമാണ്. നമുക്ക് ഇതിലൊരു ഹാമർ ഉണ്ട് കേട്ടോ. നമുക്ക് ഹാമർ ഇതിനകത്ത് എമർജൻസി ഹാമർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോക്സ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കൊങ്കൺ റെയിലോട്ട് കയറിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ജോക്കട്ടെ സ്റ്റേഷൻ എത്തുന്നേ ഉള്ളൂ. ജോക്കട്ടയിലോട്ട് ജസ്റ്റ് അടുക്കുന്നു, അത്ര ആയിട്ടുള്ളൂ. ജോക്കട്ടയിലോട്ട് അടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നിട്ട് പോയി. നല്ല വിശപ്പ് പോയി. കാര്യം രാവിലെ നേരത്തെ ഉണ്ടെന്നാണ്. എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെജ് BF 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. വെജ് BF 1-നകത്ത് ഇഡ്ഡലിയാണ്. അപ്പോൾ അതേപോലെ ഇഡ്ഡലി, ഉപ്പുമാവ്, കേസരിയാണുള്ളത്. ഇതിനകത്ത് ചട്നിയും സാമ്പാറും ആയിരിക്കും. പിന്നെ ഒരു കാർഡമം ചായയുടെ പാക്കറ്റ് ഉണ്ട്, ഗ്രാനുവൽസ് ആൻഡ് ബീൻസിൻ്റെ. ഇതിനകത്ത് സ്പൂണും മറ്റു കാര്യങ്ങളായിരിക്കും തോന്നുന്നു. ലഞ്ച് ഡിന്നർ കിട്ടുന്ന എഴുതിയിട്ടുണ്ട്. സ്പൂണും മറ്റു കാര്യങ്ങളായിരിക്കും തോന്നുന്നു. അപ്പോൾ അതുപോലെ ഇഡ്ഡലിയാണ്. 2 ഇഡ്ഡലി, വട, കുറച്ച് ഉപ്പുമാവ്, കുറച്ച് കേസരിയുണ്ട്. ഇവിടെ സാമ്പാറുണ്ട്, അവിടെ ചട്നി ഉണ്ട്. എന്നപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നോക്കാൻ കണ്ടത്. അപ്പോൾ ഇഡ്ഡലി കണ്ടിട്ട് വലിയ ഗുണം തോന്നില്ല. ഒരുമാതിരി സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇഡ്ഡലി. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് നോക്കാം. സാമ്പാർ നല്ലോണം പരിപ്പുണ്ട്, അല്ലാണ്ട് വേറെ ടേസ്റ്റ് ഒന്നും അറിയില്ല. ചട്നി തണുത്തിരിക്കുന്നു, പ്രത്യേകിച്ച് എനിക്കൊന്നും അറിയുന്നില്ല. ഉപ്പുമാവ് കൊള്ളാം. കേസരി കുഴപ്പമില്ല. ഒരു 5 on 10, അതിൽ കൂടുതലില്ല. നമ്മൾ മീൻവൈൽ തൊക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് എപ്പോഴും പോവാൻ മുംബൈ LTT മാംഗ്ലൂർ മത്സ്യഗന്ധ എക്സ്പ്രസ് ആയിരുന്നു പോയത്. കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തന്നെ ചൂടുവെള്ളം കൊണ്ടുവന്ന് വിളമ്പിയിട്ട് പോയി. പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കി വെച്ചേക്കാം, അല്ലെങ്കിൽ പിന്നെ അത് തണുത്ത് ഐസായി പോകും. നേരത്തെ കാണിച്ച പോലെ തന്നെ ഗ്രാനുവൽസ് ആൻഡ് ബീൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. മുംബൈ ബേസ്ഡ് കമ്പനിയാണ്. ട്രൂ വാല്യൂ മാർക്കറ്റിംഗ് സർവീസസ്, വഡല, മുംബൈ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വരുന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ചോക്കോപ്പേ കൊണ്ടു തന്നിട്ട് പോയത്. അതിൻ്റെ കൂടെ വരുന്ന ട്രെയിലർ വരുന്ന സാധനമാണ്. അതിന് കുറച്ച് നേരം കഴിഞ്ഞ് ഇത് കൊണ്ടു തന്നിട്ട് പോയി. കൊങ്കൺ റെയിലാണ്, വന്ദേ ഭാരതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദിക്കൂർ സ്റ്റേഷനിലെ ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സൈഡിലൊരു ഫ്ലാറ്റ് ബെഡ് കിടക്കുന്നുണ്ട്. മറ്റേ ഇതല്ല, റോറോ അല്ല, കാര്യം അതിനിടയ്ക്കത് റാമ്പോളില്ല. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇറക്കാൻ തന്നു. ഏതോ ഒരു ട്രെയിനിൻ്റെ ക്രോസിങ്ങിന് വേണ്ടി നമ്മൾ കാത്ത് കഴിക്കാനിപ്പം. നമ്മുടെ LTT കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ട്രെയിനിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മൾ LTT ടു ഷൊർണൂർ. അന്ന് നമ്മൾ വന്ദേ ഭാരത്തിന് ഉടുപ്പി വെച്ചായിരുന്നു ക്രോസ് ചെയ്തത്.
അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് ക്രോസിങ് കഴിഞ്ഞ് നന്ദിക്കൂറിന്ന് ജസ്റ്റ് പുറപ്പെടുന്നു. നന്ദിക്കൂറിന് ജസ്റ്റ് പുറത്തോട്ടിറങ്ങുന്നു. ഇത് കണ്ടിട്ട് ഈ ബോക്സ് ആൻഡ് ടേക്കിന് പൊളിച്ചുണ്ടാക്കിയ BR ബ്രേക്കാണ്. ബോക്സ് ആൻഡ് ടേക്കിന് പൊളിച്ചുണ്ടാക്കിയ ഫ്ലാറ്റ് വാഗൺ ബ്രേക്കാണ്. ഇത് സാധാരണഗതിയിൽ ഇവർ റോറോ റേക്കുകൾക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ യൂസിന് മാത്രം ഉപയോഗിക്കുന്നത്. കാര്യം കൂടുതൽ ഹോപ്പർ വാഗൺസും BCN എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ട്രാക്ക് മെയിൻ്റനൻസിന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. കാര്യം അപ്പുറത്ത് ബലാസ് ബെഡും കാണാം. അപ്പോൾ അങ്ങനത്തെ എല്ലാത്തിനായിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ ജസ്റ്റ് നന്ദിക്കൂറിന് പുറത്തിറങ്ങുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വണ്ടി പുറപ്പെട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ടോയ്ലറ്റ്സിൻ്റെ റിവ്യൂസ് കാണിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ടോയ്ലറ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയേക്കാം. ഇത് വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റ് എങ്ങനെയുണ്ട് നമുക്ക് അത് നോക്കാം. ഇതാണ് വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റ്. ഫസ്റ്റ് ലുക്ക് ഹുക്ക് ഉണ്ട്. സാധാരണ അതിൽ ചില ഒരു വന്ദേ ഭാരതം കണ്ടത് ഹുക്കില്ലാണ്ട് കണ്ടായിരുന്നു. ഹുക്കുണ്ട്, ഫ്ലഷിൻ്റെ ബട്ടൺ അതൊക്കെ ഉണ്ട്. മൊത്തത്തിലൊരു വൃത്തിക്കുറവുണ്ട്. പ്രായം കാണാനുണ്ട്. അവിടെ പാച്ചൊക്കെ കാണുന്നുണ്ട്, പ്രായം കാണാനുണ്ട്. ടാപ്പുണ്ട്, സാധാരണ ടാപ്പായി. മറ്റേതൊക്കെ പോയി സാധാരണ ടാപ്പായി. സോപ്പിനകത്ത് നല്ലോണം വെള്ളം ചേർത്തിട്ടുണ്ട് അവർ. ബാക്കിയൊന്നുമില്ല, കുഴപ്പമില്ല. നന്ദിക്കൂറിൽ നിന്ന് വിട്ടുകൊണ്ട് പറക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയിൽ ബ്രേക്ക്ഫാസ്റ്റ് വരെ സെർവ് ചെയ്യുന്ന മംഗലാപുരം വിട്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞുള്ള യാത്രക്കാർക്ക് ഉടുപ്പിൽ നിന്ന് വരുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. പകരം ഉടുപ്പിൽ നിന്ന് വരുന്നവർക്ക് അവർ സ്നാക്സാണ് സെർവ് ചെയ്യുക. നമ്മുടെ ഈവനിങ് സ്നാക്സ് പോലത്തെ ഒരു ഫ്രൈഡ് സ്നാക്കും മിക്സ്ചറും അതൊക്കെയാണ് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് 98 kmph എത്തി, 100 kmph അടുത്ത് എത്തിക്കഴിഞ്ഞു. പറക്കൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഉടുപ്പിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ച് നേരത്തെ ഒരു ക്ലിപ്പ് കാണിച്ചത് നമ്മൾ ഇനാഞ്ചെ പാസ് ചെയ്യുന്ന 117 kmph ഇവിടെ ഒരു 20 kmph സ്പീഡ് റെസ്ട്രിക്ഷനോടെ പോകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് ട്രാക്ക് വർക്ക് നടക്കുന്നത്, ട്രാക്ക് സൈഡ് സ്ലീപ്പർ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഉടുപ്പി ഹോം സിഗ്നൽ പാസ് ചെയ്യും. ഈ ട്രെയിനിൽ അനൗൺസ്മെൻറ്റ് 4 ഭാഷ വരുന്നുണ്ട്: കന്നഡ, കൊങ്കണി, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. നമ്മൾ ജസ്റ്റ് ഉടുപ്പി സ്റ്റേഷനിലോട്ട് കയറുകയായി. പ്ലാറ്റ്ഫോം 1-ലേക്കാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലെ ലൂപ്പിലോട്ടാണ് കയറിയിരിക്കുന്നത്. ഉടുപ്പി സ്റ്റേഷനോട് ജസ്റ്റ് വരുന്നു. വിശാഖപട്ടണത്തിലെ 37753 വാപ്പ് 7. ഇത് മുംബൈ LTT എറണാകുളം ദുരന്തോ എക്സ്പ്രസ് ആണ്. ദുരന്തോ എക്സ്പ്രസ്സിൽ നമ്മൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. നമ്മളൊരു മുൻ ദുരന്തമായ AC എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ദുരന്തോകളിൽ നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഉടുപ്പി സ്റ്റേഷനോട് കയറിയിരിക്കുകയാണ്. ഉടുപ്പി സ്റ്റേഷൻ എന്താ ഇവിടെയാണ്. ഉടുപ്പി സ്റ്റേഷനോട് ജസ്റ്റ് കയറിയിട്ടുണ്ട് ട്രെയിന്. ഉടുപ്പിൽ നിന്ന് കുറച്ച് ബോർഡിംഗ് ഉണ്ട്, കുറച്ച് യാത്രക്കാർ ഇവിടുന്ന് കയറാനുണ്ട്. കാരണം നമ്മുടെ കോച്ചിലും അവർ ട്രേസ് കുറച്ച് റെഡിയാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ കയറാനും യാത്രക്കാർ നിൽക്കുന്നുണ്ട്. നമ്മൾ ഉടുപ്പിലെത്തിയ സമയം 9:55. ഞാൻ ടൈം ടേബിൾ നോക്കിയിട്ടില്ല, ഓൺ ടൈം ആണോ എങ്ങനെയാണെന്ന് നോക്കിയില്ല. ആദ്യം താമസിച്ചത് ഇവിടുന്ന് പുറപ്പെടുന്നു. ഇവിടുന്ന് ഫുഡ് കിട്ടുന്നുണ്ട്. നമുക്കുള്ള ലഞ്ച് ഇവിടുന്ന് തന്നെ കിട്ടിയതാണോ അറിയാം. നേരത്തെ കാർവാറിനായിരുന്നു കയറ്റാറ്. നമുക്ക് പുറപ്പെടാനുള്ള ബെല്ലാണ് അടിച്ചത്. ഒരു സിഗ്നൽ ഇപ്പോൾ റെഡാണ്. അപ്പോൾ നമ്മുടെ ഡോറ് ക്ലോസായി. അപ്പോൾ നമ്മൾ ഉടുപ്പിൽ നിന്ന് പുറപ്പെടുന്നു. നമ്മൾ അത്യാവശ്യം ലേറ്റാണ്. 9:50 ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 9:57. അപ്പോൾ 7 മിനിറ്റ് ലേറ്റാണ് വണ്ടി. 7 മിനിറ്റ് ലേറ്റായിട്ട് നമ്മൾ ജസ്റ്റ് ഉടുപ്പിൽ നിന്ന് പുറപ്പെടുന്നു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കാർവാറാണ്. അത് ഏകദേശം 12 മണി എടുത്തു. അപ്പോൾ 2 മണിക്കൂറോളം നമുക്ക് നോൺ സ്റ്റോപ്പ് റണ്ണാണ്. അതിനിടയ്ക്ക് ഇനിയിപ്പോൾ വല്ല ക്രോസിങ്സ് തന്നെ വേണ്ടി പിടിച്ചിടുമെന്ന് എനിക്കറിയില്ല. 2 മണിക്കൂറോളം നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല.
നമുക്കിനി നേരത്തെ വന്ന പോലെ നമുക്ക് 2 മണിക്കൂറോളം നമുക്ക് നോൺ സ്റ്റോപ്പ് റണ്ണുണ്ട്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ സീറ്റിലേക്ക് പോകാം. കൊങ്കൺ റെയിൽവേയിൽ കയറിയിട്ട് വന്ദേ ഭാരത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുന്താപുരയിൽ ജസ്റ്റ് ലൂപ്പ് ലൈനിലോട്ട് കയറുന്നു, ക്രോസിംഗ് ആണ്. നമ്മുടെ ഒരു കഷ്ടകാലം എന്ന് നോക്കണേ, നമ്മുടെ തൊട്ടപ്പുറത്ത് മെയിൻ ലൈനിലൊരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ഗ്യാപ്പുള്ള പോലെ നിന്നിരുന്നേ കൊള്ളായിരുന്നു. തൊട്ടപ്പുറത്ത് കോച്ചിനോട് വന്നപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ഈ ഗ്യാപ്പിൽ നിൽക്കാൻ നോക്കാം. വൽസാഡ് ഷെഡിലെ 37631 രാജധാനി എക്സ്പ്രസ് ആണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ്. ഈ ട്രെയിനിൽ 8 ട്രിപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷം 2025 ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എനിക്കത് ഫസ്റ്റ് AC തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് നോക്കാം. കാര്യം ഫസ്റ്റ് AC നല്ലോണം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് AC പറ്റുമെങ്കിൽ ഫസ്റ്റ് AC, ഒന്നും പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തേർഡ് AC നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും. കോച്ചുകളുടെ അവസ്ഥ ശോകമാണ് കണ്ടോ. ടൂട്ടിയർ പിന്നെ വലിയ കുഴപ്പമില്ല. ഇതിൽ പോകണം, H1 ഇതിൽ തന്നെ പോകണം. നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പ്ലാൻ ചെയ്യും. ഇപ്പോൾ രാജധാനി എക്സ്പ്രസ് കടന്നുപോയി. അപ്പോൾ ഉടനെ നമുക്ക് പുറപ്പെടാനുള്ള സിഗ്നലാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഡോറിനടുത്തുള്ള മറ്റേ അറ്റൻഡർമാരെ സീറ്റിലിരുന്നിരിക്കുക. നല്ല ലൊക്കേഷനാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വിൻഡോ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുക. നമ്മൾ ജസ്റ്റ് പുറപ്പെട്ടു. കുന്താപുരയിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങുന്നു. അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ച സീറ്റ്. ഇതിലത്തെ അറ്റൻഡർമാർക്ക് ഇരിക്കാനുള്ള സീറ്റാണ്. അവരുടെ പാൻട്രി ഏരിയയോട് തൊട്ടടുത്താണ്. ഇതാണ് പാൻട്രി ഏരിയ. ഹോട്ട് കേസസ് ഒക്കെ ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ അവർക്ക് ഇരിക്കാൻ 2 സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി വന്ദേ ഭാരതിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ശതാബ്ദിയിൽ അങ്ങനെ പല ട്രെയിനുകളിലും പാവങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അവർ പലപ്പോഴും തറയിലാണ് ഇരിക്കുന്നത്. ഇതിൽ അവർക്ക് പ്രോപ്പറായിട്ട് 2 സീറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിടാൻ തോന്നുന്നു. നമ്മൾ കുറച്ച് നേരത്തെയാണ് നമ്മൾ ഫസ്റ്റ് ടണൽ പാസ് ചെയ്തത്. ബൈന്ദൂർ ആദ്യത്തെ ടണൽ നമ്മൾ പാസ് ചെയ്ത് കൊങ്കൺ റെയിൽവേയിൽ. നമ്മുടെ ഈ ട്രിപ്പിൽ ഇന്നത്തെ ഒരു ദിവസമുണ്ട്. ഇന്ന് രാവിലെ മുതൽ രാത്രി 10 മണിക്കുള്ളിൽ നമ്മൾ കൊങ്കൺ റെയിൽവേയിലത്തെ എല്ലാ ടണലിലും പാസ് ചെയ്ത് പോകുന്നതായിരിക്കും.
സ്റ്റേഷനിലാണ്. ഇതൊക്കെ വീണ്ടും ക്രോസിംഗ് ആണ്. നമ്മളങ്ങനെ ഷിരൂർ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. നമ്മൾ വിട്ട പോലെ നിർത്തലാണ്. എല്ലാ ക്രോസിങ്ങും നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടെ ഒരു മെമു മാത്രം നമുക്ക് മിസ്സായത്. മെമു ആക്ച്വലി സുരത്കല്ല് വെച്ച് ക്രോസ് ചെയ്തത്. നടുക്കൊരു ഫ്രൈറ്റർ ഉണ്ടായിരുന്നു. മെമു അപ്പുറത്തെ സൈഡിലാണ് വന്നത്. ആ മെമു ഒഴികെ ബാക്കി എല്ലാത്തിനും നമ്മൾ ഇന്ന് കണ്ടു. ഇനിയിപ്പോൾ ഇതിപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ റോക്കറ്റാണ്. നമ്മുടെ മുംബൈ CSMT മാംഗ്ലൂർ ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇപ്പോൾ വരാനുള്ളത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് വരാനുള്ളത് എനിക്കൊന്നും ഭാവ്നഗർ കൊച്ചുവേളിയിൽ നിന്ന് വരാനുള്ളത്. അതും കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക എല്ലാ ക്രോസിങ്ങും നമ്മളിന്ന് കവർ ചെയ്തിരിക്കും. വാപ്പ് 7 ആയിരുന്നു ഇന്ന്. ICF ബ്രേക്കാണ്. ഇതിനിപ്പോൾ LHB കൺവേർഷൻ സാങ്ഷൻ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത മാസം ജനുവരി ഫെബ്രുവരി മൂലം കണ്ടാൽ ഇതിന് LHB കിട്ടുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിന് നമ്മുടെ സ്റ്റോപ്പ് കാർവാറേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ഒരുവിധം എല്ലാ സ്റ്റേഷനും നിർത്തുന്നുണ്ട്. കുറേ നേരം നമ്മൾ ക്രോസിങ് വീണ്ടും എന്തോ സ്ലോ ഡൗൺ ഉണ്ട്. വീണ്ടും പോയിൻറ്റ്സ് എടുക്കണോ അതോ സ്പീഡ് റെസ്ട്രിക്ഷൻ ആണെന്നുണ്ട്. സ്പീഡ് റെസ്ട്രിക്ഷൻ ആണെന്ന് തോന്നുന്നു. ആ സ്ലീപ്പറുകൾ കിടക്കുന്നു. നമ്മൾ ജസ്റ്റ് ഭട്കലെത്തുന്നു. വീണ്ടും സ്പീഡ് കുറച്ചു. വീണ്ടും നിർത്താൻ പോകുന്നു വന്നിട്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് കുംട്ട എത്തുന്നു. കുംട്ടയിൽ ഇനി ക്രോസിംഗ് ആണോ എന്നറിയില്ല. കാര്യം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മുടെ ഇവൻ വരുന്നുണ്ട്, ഭാവ്നഗർ കൊച്ചുവേളി. സ്പീഡ് റെസ്ട്രിക്ഷൻ ആയിരുന്നു. ഒരു ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്. പോരാത്തേ നമ്മൾ കുംട്ട സ്റ്റേഷനിലേക്ക് എത്താണ്. ഇത് കുംട്ട സ്റ്റേഷൻ്റെ ലൂപ്പ് ലൈൻ തുടങ്ങുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ നേരെ ലൂപ്പിലേക്ക് കയറുന്നത്. എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്? നമ്മളെല്ലാ സ്ഥലത്തും നമ്മളാണ് ക്രോസിങ്ങിന് നിൽക്കുന്നത്.
നിർത്തുന്നില്ല തോന്നുന്നു. നമ്മൾ നേരെ ലൂപ്പ് ലൈൻ വഴി റൺ ത്രൂ എന്ന് തോന്നുന്നു. മെയിൻ ലൈനിൽ ഫ്രൈറ്റ് കിടപ്പുണ്ട്. ഫ്രൈറ്റ് അല്ല, മറ്റേ ഹോപ്പർ വാഗൺ കിടപ്പുണ്ട്. ആ സംഭവം അകനാശിനി പുഴയാണ്. ഫോർ ചേഞ്ച് ഈ ഒരു ക്രോസിംഗ് മാത്രം നമ്മൾ പിടിച്ചിട്ടില്ല. ഇതാണ് ഭാവ്നഗർ കൊച്ചുവേളി എക്സ്പ്രസ്. നിർജൻ സ്റ്റേഷനായിരുന്നു. ഗോകർണ റോഡ് സ്റ്റേഷനാണ്. ഇവിടെ ഫ്ലൈറ്റ് കിടപ്പുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഒന്ന് ഹോം സിഗ്നൽ ഒന്ന് വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തോ സംഭവം ഉണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് ക്യാമറ ഓൺ ചെയ്താണ്. ഗോകർണ കഴിയുന്നതോടുകൂടി നമ്മുടെ ലാൻഡ്സ്കേപ്പ് മൊത്തത്തിൽ അങ്ങ് മാറും. ഗോകർണ വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വീടുകളുടെ സ്റ്റൈലായാലും മരങ്ങളും മൊത്തത്തിലങ്ങ് മാറിയിട്ട് കുറച്ചും കൂടി ഒരു മണ്ണിൻ്റെ ഘടനയും എല്ലാം തന്നെ മാറും. ഇപ്പോൾ നമ്മൾ കിടക്കുന്നതാണ് ഗംഗാവലിപ്പുഴ. ഗംഗാവലിപ്പുഴ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ ഒരു സ്ഥലമാണ്. ഗംഗാവലിപ്പുഴയാണ്. ഇവിടെ വെയിലിറക്കമാണ്. വെള്ളം നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നടുക്കായിട്ട് അന്ന് മണ്ണിടിച്ചിൽ വീണ് മണ്ണ് ഇപ്പോഴും നടുക്ക് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഗംഗാവലി കടന്നു. അപ്പോൾ ശരിക്കും ട്രെയിൻ മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ടപ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഒന്നായിരുന്നു. ഈ ട്രെയിനിൽ ഭക്ഷണം ഓർഡർ ചെയ്തിരിക്കുന്നവർക്ക് മംഗലാപുരം വിട്ടോണം ബ്രേക്ക്ഫാസ്റ്റും കാർവാർ വിട്ടോണം ലഞ്ച് വരുന്നു. പക്ഷേ ലഞ്ച് ഇത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ വന്നിരിക്കുന്നതാണ് നമ്മുടെ ലഞ്ച്. എനിക്ക് തോന്നുന്നു സ്വീറ്റാണെന്ന് തോന്നുന്നു. കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് ഉടുപ്പിയിൽ നിന്ന് ലോഡ് ചെയ്താണ്. ഒരു ഉടുപ്പിൽ നമ്മൾ ലോഡ് ചെയ്യുന്ന കണ്ടായിരുന്നു. ഉടുപ്പിൽ നിന്ന് ലോഡ് ചെയ്താണ്. ഞാൻ അൺപാക്ക് ചെയ്തിട്ട് കാണിച്ചിട്ട് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ചിന് വന്നിരിക്കുന്നത്. ചോറുണ്ട്, ഓഫ് കോഴ്സ് പരിപ്പുണ്ട്, പിന്നെ പനീറിൻ്റെ കറിയുണ്ട്. ഒരു പ്രാവശ്യം പനീറിൻ്റെ കറി കിട്ടാൻ ഞാൻ സന്തോഷിച്ചാണ്. പനീറിൻ്റെ കറിയുണ്ട്. പിന്നെ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങും ബീൻസും ക്യാരറ്റൊക്കെ കൂടിയിട്ടൊരു ഡ്രൈ സബ്ജി ഉണ്ട്. ഒരു പ്രാവശ്യം ഐസ്ക്രീമിന് വരാൻ സ്വീറ്റാണ്, ഗുലാബ് ജാമുനാണ് ഇരിക്കുന്നത്. ചപ്പാത്തി ഉണ്ട്. എനിക്ക് തോന്നുന്നു 2 ചപ്പാത്തിയാണ് തോന്നുന്നു. 2 ചപ്പാത്തിയില്ല, പറാട്ട എന്ന് വിളിക്കാം. പിന്നെ മിൽമയുടെ തൈരുണ്ട്. അതുപോലെ മിക്സഡ് പിക്കിളുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ലഞ്ചിന് അവർ സെർവ് ചെയ്തിരിക്കുന്നത്. ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പനീർ കറിക്ക് നല്ല എരിവ്, ചെറിയൊരു പുളിയുണ്ട്, നല്ല എരിവുണ്ട്. നല്ല അടിപൊളിയുടെ എരിവുണ്ട്. അതിന് പരിപ്പിന് പ്രത്യേകിച്ചൊരു ഫ്ലേവറൊന്നുമില്ല. പരിപ്പ് ചുമ്മാ വേവിച്ച് വെച്ചിരിക്കുന്ന പോലെ ഉള്ളൂ. ഒന്നുമില്ല. ബാക്കി ഇനി കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ കമൻ്റ് ഇടാം. നമ്മുടെ അടുത്ത സ്റ്റോപ്പായ കാർവാറിലേക്ക് എത്തുന്നു. നമുക്ക് ഈ റൂട്ടിൽ ആകെ 2 സ്റ്റോപ്പേ ഉള്ളൂ, ഉടുപ്പിയും കാർവാറും.
അപ്പോൾ നമ്മളങ്ങനെ കാർവാറിലെത്തിയിരിക്കുകയാണ്. സമയം 12:25 എന്ന് പറയുമ്പോൾ ഏകദേശം 17 മിനിറ്റ് ലേറ്റാണ്. ഏകദേശം 17 മിനിറ്റ് ലേറ്റായിട്ട് കാർവാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഒരുപാട് മാറി നിൽക്കുന്നില്ല, കാര്യം ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തു. അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാനുണ്ട്. ഞാൻ വിചാരിച്ച കൂടുതൽ യാത്രക്കാരോട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഡോറ് ക്ലോസായി. ഇതിന് ഡോർ ക്ലോസിങ് അലാമ വണ്ടി ഡോർ ക്ലോസ് ആകുന്നതിന് കുറച്ച് നേരം മുമ്പ്, എനിക്ക് 10-15 സെക്കൻഡ് മുമ്പ് തന്നെ വരുന്നുണ്ട്. അത് നല്ല കാര്യമാണത്. അപ്പോൾ നേരത്തെ തന്നെ വാർണിംഗ് ഉണ്ട്, അല്ലാണ്ട് സഡനായിട്ട് മറ്റത് ഈ ശബ്ദം വരലും ഡോറുടെ എല്ലാം കൂടി ഒരുമിച്ചാണ്. അതല്ല, നേരത്തെ കൂടുതൽ വാർണിംഗ് വരുന്നുണ്ട്. സമയം 12:27, 2 മിനിറ്റ് തന്നെ നമ്മൾ ജസ്റ്റ് പുറപ്പെട്ടു. കാളി നദി കടക്കുകയാണ്. കാളി നദി കർണാടകയിലെ ലാസ്റ്റ് സ്റ്റേഷൻ അസ്നോട്ടി. ഓൺ സ്കെഡ്യൂൾഡ് ഹോൾട്ട് ആണല്ലോ ഇവിടെ. മെയിൻ ലൈനിൽ തന്നെ നമ്മൾ ലോലിയ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ മംഗലാപുരം മാംഗ്ലൂർ മഡ്ഗാവ് പാസഞ്ചറിനെ ഓവർടേക്കാണ്. ആപ്പ് 1 ആയിരിക്കും, ആപ്പ് 1 ആണെന്ന് തോന്നുന്നു. നമ്മൾ നല്ല സ്പീഡിലാണ്, നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഗോവ കയറി കഴിഞ്ഞാൽ ഗോവയിലുള്ള ഫസ്റ്റ് സ്റ്റേഷനാണ് ലോലിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാർട്ട് 1ൻ്റെ ഡെസ്റ്റിനേഷനായ മഡ്ഗാവിലേക്ക് ജസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു. മഡ്ഗാവിലേക്ക് ഇനി അധികം ദൂരം ബാക്കിയില്ല. ഏതാനും കിലോമീറ്ററുകളും കൂടി ഇനി മഡ്ഗാവിലേക്ക് ബാക്കിയുള്ളൂ. നമ്മൾ മഡ്ഗാവിൽ എത്തിക്കഴിഞ്ഞാൽ മഡ്ഗാവിന് ഉടനെ തന്നെ നമ്മുടെ അടുത്ത ട്രെയിനായ 22230 മുംബൈ CSMT വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ യാത്ര തുടരും. ആ വണ്ടി 2:40 മഡ്ഗാവ് ജംഗ്ഷനിൽ നിന്ന് യാത്ര തുടങ്ങുക. അപ്പം നമ്മൾ ഏകദേശം മഡ്ഗാവ് ജംഗ്ഷനിലേക്ക് കയറാൻ പോകുന്നു. ഇപ്പുറത്തുനിന്ന് നമ്മുടെ കാസൽ റോക്ക് സൈഡിൽ നിന്ന് വരുന്ന ലൈൻ കാണാം. ഈ കാണുന്ന ലൈനാണ് കാസൽ റോക്ക് സൈഡ്. ലോണ്ട കാസൽ റോക്ക് ആ സൈഡിൽ നിന്ന് വരുന്ന ലൈനാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മുടെ 1
ഡേ ഭാരത് റൈഡിലെ ഫസ്റ്റ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് നമ്മൾ വന്ന ട്രെയിനിൻ്റെ സീറ്റുകൾ. നമ്മുടെ ഫസ്റ്റ് യാത്ര ഇവിടെ അവസാനിക്കുന്നത്. സമയം 1:20 ഇറങ്ങുന്നത്, 1:15 എത്തിയിട്ടുണ്ട്. വണ്ടി കറക്റ്റ് 1:10 എത്തേണ്ടതായിരുന്നു, 1:10 എത്തിയില്ല, ഒരല്പം ലേറ്റായിരുന്നു. നമ്മളിന്നത് ജസ്റ്റ് മഡ്ഗാവിലേക്ക് ഇറങ്ങുന്നു. നമ്മൾ മഡ്ഗാവ് ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 3 എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇതേ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പോകാനുള്ള അടുത്ത വണ്ടിയും കിടക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ വന്ന വന്ദേ ഭാരത്. നമ്മൾ വന്ന മാംഗ്ലൂർ മഡ്ഗാവ് വന്ദേ ഭാരത് എക്സ്പ്രസ്. പ്ലാറ്റ്ഫോം നമ്പർ 3 ഫുട് ഓവർ ബ്രിഡ്ജിന് അവിടെ എൻജിൻ സ്റ്റോപ്പ് ഫോർ വന്ദേ ഭാരത് എന്ന് ബോർഡ് എഴുതിയിട്ടുണ്ട്. ഇതേ ലൈനിൽ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് ഒരു വന്ദേ ഭാരതും കൂടെ കാണാൻ പറ്റും. അതാണ് മുംബൈയിലേക്ക് പോകുന്ന വന്ദേ ഭാരത്. അതാണ് 2222 വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന് വിട്ട വന്ദേ ഭാരത് ഇവിടെ കിടക്കുന്നു. ഇവിടെ കിടക്കുന്നതാണ് നമ്മളെ കൊണ്ടുവന്ന് വിട്ട വന്ദേ ഭാരത്. അവിടെ കിടക്കുന്നതാണ് നമുക്ക് പോകാനുള്ള വന്ദേ ഭാരത്. ഇപ്പോൾ ഇവരെന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 കോച്ചിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് 2 വന്ദേ ഭാരത് നിർത്തിയിരിക്കുന്നത്. ഒന്ന് അപ്പുറത്തെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തും ഒന്ന് ഈ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടാണ് വന്ദേ ഭാരതിൽ നിർത്തിയിരിക്കുന്നത്. ഇതൊരു കൺഫ്യൂഷനാണ് യാത്രക്കാർക്ക്. ഇത് ബോംബെ വണ്ടിയാണോ ഇത് മാംഗ്ലൂർ വണ്ടിയാണോ എന്ന് ചോദിച്ചിട്ട് കയറേണ്ട ഗതിയുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ നമുക്കിപ്പോൾ വന്നിറങ്ങിയ വണ്ടി നമുക്കറിയാമെന്നുള്ളത് നമുക്ക് അവിടെ നേരെ മുന്നോട്ട് നടന്നാൽ മതി. പക്ഷേ അല്ലാണ്ട് പ്ലാറ്റ്ഫോമിൽ കയറി വരുന്നവർക്ക് തീർച്ചയായിട്ടും അതൊരു കൺഫ്യൂഷനായിരിക്കും. പക്ഷേ സിമ്പിളാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 സൈഡിൽ നിന്ന് കയറി വരുന്നവർക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1 കയറി വന്നാൽ ടു ദ ലെഫ്റ്റ് നിൽക്കുന്ന ബോംബെ വണ്ടിയാണ്, ടു ദ റൈറ്റ് നിൽക്കുന്നത് മാംഗ്ലൂർ വണ്ടിയാണ്. സിമ്പിൾ. അപ്പോൾ ഇതാണ് ഇനി നമുക്ക് പോകാനുള്ള വണ്ടി. നമ്മുടെ നെക്സ്റ്റ് വണ്ടി നമ്മുടെ 22230 മഡ്ഗാവ് മുംബൈ CSMT വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത്. അപ്പുറത്ത് നമ്മൾ വന്ന വണ്ടി കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഒരേ പ്ലാറ്റ്ഫോമിൽ 2 വന്ദേ ഭാരത്. ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം. അപ്പോൾ ഇതാണ് 22230 മഡ്ഗാവ് മുംബൈ CSMT വന്ദേ ഭാരത് എക്സ്പ്രസ്. നേരെ പുറകിലായിട്ട് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്ന 20646 മാംഗ്ലൂർ മഡ്ഗാവ് വന്ദേ ഭാരത് എക്സ്പ്രസ്സും കാണാം. നമ്മുടെ യാത്ര ഇനിയിപ്പോൾ ഇവിടെ തുടരാൻ പോകുന്നത് 22230 മുംബൈ CSMT വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ്. അപ്പോൾ ഇതും ഒരു 8 കാർ വന്ദേ ഭാരത് തന്നെയാണ്. നമ്മൾ നേരത്തെ വന്ന 20646ഉം 8 കാർ വന്ദേ ഭാരതായിരുന്നു. മഡ്ഗാവ് മുംബൈ CSMTയും 8 കാർ വന്ദേ ഭാരതാണ്. ഇന്ന് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടാണ്. ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവായിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു എൻ്റെ ടിക്കറ്റ്. അത് കഴിഞ്ഞ് അത് പതുക്കെ ഒന്ന് കൺഫേം ആയതാണ്. വണ്ടി ഫുള്ളി സോൾഡ് ഔട്ടാണ്. ഞാൻ എൻ്റെ കോച്ച് നോക്കിയപ്പോഴും ഏറെക്കുറെ എല്ലാ സീറ്റുകളും എൻഡ് ടു എൻഡ് തന്നെ റിസർവ്ഡുമാണ്. അപ്പോൾ എനിക്കൊരു വിൻഡോ സീറ്റാണ്, സീറ്റ് നമ്പർ 44 ആണ്. C1 ലാസ്റ്റ് കോച്ച്, അതായത് മറ്റേ എൻഡിൽ മഡ്ഗാവ് എൻഡിലുള്ള കോച്ചാണ്. അപ്പോൾ നമ്മൾ മുംബൈ CSMT എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റേക്കിന് ഫുൾ ലെങ്ത് നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ നടക്കണം. മറ്റേ എൻഡിൽ ഏറ്റവും ബാക്കിലത്തെ കോച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇങ്ങനെ 2 വണ്ടി കിടക്കുന്ന ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്, ഇത് മാംഗ്ലൂരാണോ ബോംബെ ആണോ ചോദിക്കുന്നുണ്ട്. ഓഫ്കോഴ്സ് മാംഗ്ലൂർക്കുള്ള യാത്രക്കാർ ഇപ്പോൾ ഈ സമയത്ത് വരില്ല. മാംഗ്ലൂർക്കുള്ള വണ്ടി വൈകുന്നേരം 6 മണിക്കേ പോകുള്ളൂ. മുംബൈക്കുള്ള വണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്. ഇതുവരെ ഡോർ ഓപ്പൺ ആയിട്ടില്ല. നമ്മുടെ ഡോറ് എനിക്കൊന്ന് 2 മണിക്കാകുമ്പോൾ ഓപ്പൺ ആവുമായിരിക്കും. ഇനിയുണ്ട് 2 മണി, ഒരു 10-12 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. മീൻവെൽ ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 2 ഒരു EMD ഹൗൾഡ് ICF റേക്ക് ട്രെയിൻ കയറി വരുന്നുണ്ട്. ഏത് ട്രെയിനാണെന്നറിയില്ല, നമുക്ക് നോക്കാം. ഏതായാലും കണ്ടിട്ട് എനിക്കൊന്ന് മറ്റേ ലോണ്ട സൈഡിലോട്ട് പോകുന്ന ഏതൊരു വണ്ടിയാണെന്ന് തോന്നുന്നു. 12147 WDG4 ആണ് ലോക്കോ. മിക്കവാറും വാസ്കോ കുലം പാസഞ്ചർ ആയിരിക്കും. അതെ, വാസ്കോ കുലം പാസഞ്ചറാണ്. നമ്മുടെ അടുത്ത ട്രിപ്പിന്, അതായത് നമ്മുടെ ബോംബെയിലേക്കുള്ള യാത്രകളെ ഗാർഡ് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്തു ട്രെയിൻ മാനേജർ. ഇനി പുള്ളി ഡോറുകൾ ഓപ്പൺ ചെയ്യുമായിരിക്കും. സമയം 2:11. ഇനി 29 മിനിറ്റും കൂടെ ട്രെയിനിന് പുറപ്പെടാൻ. അപ്പോൾ ഡോറുകൾ ഇപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്താലല്ലേ നമുക്കൊക്കെ യാത്രക്കാർക്കെല്ലാം സെറ്റിലാവാൻ പറ്റും. ഇപ്പോൾ തന്നെ ഒരുപാട് യാത്രക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു DP4D വാസ്കോ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിന് റേക്കും കൊണ്ട് ഷണ്ട് ചെയ്യുന്നുണ്ട്. MT റേക്ക് ഇങ്ങോട്ടോ എടുത്തുകൊണ്ട് പോവുകയാണ്. കാര്യം പച്ച സിഗ്നലാണ്, പ്ലാറ്റ്ഫോം ലൈനൊന്നുമല്ല, ഷണ്ട് ചെയ്ത് പോവുകയാണ്.
ഇവരിതുവരെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തില്ല, ഇതുവരെ ഡോറൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ഗാർഡ് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേ, പക്ഷേ ഇതുവരെ ഡോറൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതായിരുന്നു 06602 കൊണ്ടുവന്ന 22038. അത് ജസ്റ്റ് ഈ ലോക്കോനെ അഡീഷണൽ ലോക്കോനെ ഷണ്ട് ചെയ്തിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് റിട്ടേൺ വേറെ ലോക്കോ നമുക്ക് കൊണ്ടുപോകുന്നത്. കാര്യം ഇപ്പോൾ തിരിച്ചു പോകേണ്ട സമയം മണി 2:15 കഴിഞ്ഞു. 2:10 കണ്ട് തിരിച്ചു പോകേണ്ട ട്രെയിനായിരുന്നു. ഇവിടെ അനക്കമൊന്നും കാണാനില്ല. നമ്മുടെ ഡോർ തുറക്കുന്ന കാര്യത്തിൽ ഇതൊരു അനക്കമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മുടെ ഡോർ ഇപ്പോഴും ക്ലോസ്ഡ് തന്നെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കോച്ച് C1. ഇതിന് ഇൻറ്റീരിയേഴ്സ് ഞാനിങ്ങനെ ജനലിൽ കൂടെ നോക്കുമ്പോൾ ഇൻറ്റീരിയേഴ്സ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്, കളറൊക്കെ ഡിഫറെൻ്റ് ആണ്. ഐ മീൻ സീറ്റിൻ്റെ കളേഴ്സ് ഡിഫറെൻ്റ് ആണ്, സീറ്റിൻ്റെ ഡിസൈനും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ഡോർസ് ജസ്റ്റ് ഓപ്പൺ. ഞാൻ എന്തോ വേറൊരു കാര്യത്തിന് വേണ്ടി തിരിഞ്ഞു നിന്ന സമയത്താണ് കറക്റ്റ് ഡോർ ഓപ്പൺ ആയത്. അപ്പോൾ നമുക്കെന്നാൽ അപ്പുറത്തെ ഡോർ വഴി കയറാം. കാര്യം നമ്മുടെ സീറ്റ് അപ്പുറത്താണ് വരിക. സീറ്റ് നമ്പർ 44 അപ്പുറത്തെ ഡോർ. അപ്പുറത്ത് കൂടെ കയറിയിട്ട് നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ കയറുകയാണ്. ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിലോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 1 ഡേ ഭാരതാണ്. നമ്മുടെ രണ്ടാമത്തെ ട്രെയിനാണ്, രണ്ടാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. അപ്പോൾ സീറ്റ് നമ്പർ 44. ഇതാണ് എൻ്റെ സീറ്റ്, വിൻഡോ സീറ്റാണ്. ഈ കാണുന്ന വിൻഡോ സീറ്റാണ്. കളർ വ്യത്യാസമുണ്ട്, റെഡ് കളറാണ്. സീറ്റിൻ്റെ ഡിസൈനിന് കുറച്ച് വ്യത്യാസമുണ്ട്. ബാക്കി വണ്ടി പുറപ്പെടുക. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഞാൻ പറഞ്ഞ സീറ്റ് കളറിന് വ്യത്യാസമുണ്ട്, സീറ്റിൻ്റെ ഡിസൈനും വ്യത്യാസമുണ്ട്. ഇത് കണ്ടുതരാം, സീറ്റിൻ്റെ ഡിസൈനും വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ഫ്ലാപ്പ് ടൈപ്പായിട്ടാണ് ഇവർ ആ റെക്സിന് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ നല്ല ഫിക്സ്ഡ് ആയിരുന്നു റെക്സിന്. തല ഉരുണ്ട് പോകാണ്ടിരിക്കൊണ്ട് സൈഡിലോട്ടുള്ള പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. സീറ്റ്സ് കണ്ടിട്ട് മൊത്തത്തിലൊരു രസമുണ്ട്. ലെഗ് റൂം പതിവ് പോലെ അടിപൊളിയാണ്. ലെഗ് റൂമൊക്കെ കൊള്ളാം. ഇതാണ് നമ്മുടെ ട്രേ ടേബിൾ. ട്രേ ടേബിൾ തീരെ ചെറുതാണോ എന്നൊരു സംശയം. വളരെ ചെറിയൊരു ട്രേ ടേബിളാണ്. ഇതിൻ്റെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഇങ്ങനെ താഴെ ഇരിക്കുന്നത്. നമ്മൾ നല്ലോണം കുരിഞ്ഞു പോയാൽ മാത്രമേ വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി മൊത്തത്തിൽ രസമുണ്ട്. ഇതാണ് നമ്മുടെ വിൻഡോ. ബാക്ക്വേർഡാണ് നമ്മൾ ഈ യാത്രയിലും. നമ്മൾ നേരത്തെ നമ്മളെപ്പോഴും ബാക്ക്വേർഡ്. പക്ഷേ നേരത്തെ നമുക്കൊരു വിൻഡോലെസ് വിൻഡോ സീറ്റാണ്. ഇപ്രാവശ്യം നമുക്ക് വിൻഡോ ഉണ്ട്. എനിക്ക് ആ സീറ്റ് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം, ആ സിംഗിൾ സീറ്റ്. പക്ഷേ അതൊരു ഡിസേബിൾഡ് സീറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നില്ല അത് ഡിസേബിൾഡ് ഇതായിട്ട് നോക്കുക അലോട്ട് ചെയ്യുന്നതാണെന്ന് എനിക്കറിയില്ല. അത് കിട്ടിയതെങ്കിൽ നന്നായിരുന്നു. കാര്യം നമുക്ക് ഒറ്റയ്ക്ക് യാത്രയായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഒരു കോ പാസഞ്ചർ ഉണ്ടാവും ഇവിടെ. പുള്ളി എവിടെ നിന്ന് കയറുന്നത് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും എന്നുള്ളത്. ഇപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 5 പഞ്ചഗംഗ എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. പഞ്ചഗംഗ എക്സ്പ്രസ് എന്ന് കാർവാർ KSR ബംഗളൂരു ട്രെയിനാണ്. അതിന് റേക്ക് മഡ്ഗാവിലേക്ക് പാസഞ്ചറായിട്ട് വരും. ഇവിടെയാണ് വാട്ടറിങ് ക്ലീനിങ് ഒക്കെ റെഡി വെച്ചിട്ടുണ്ട്. ഗോവ എഡീഷൻ ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ഗോവ ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യ ഗോവ എഡീഷനും ഉണ്ട്. നമുക്കിത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് വായിക്കാം. ഇപ്പോൾ ഞാൻ അങ്ങനെ വണ്ടി കയറി സെറ്റിലായി. സമയം ഇപ്പോൾ 2:33. നമുക്ക് പുറപ്പെടാൻ ഒരു 7 മിനിറ്റും കൂടി ഉണ്ട്. ഇനി ജനശതാബ്ദി എക്സ്പ്രസ് വരാനുണ്ട് ഓപ്പോസിറ്റ് ലൈനിൽ. ജനശതാബ്ദി എക്സ്പ്രസ് ഇനി മുംബൈയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഉടനെ എത്തുന്ന പ്രതീക്ഷിക്കുന്നു. ഈ വണ്ടി ഉച്ചയ്ക്ക് 2:20 പുറപ്പെടുന്നുണ്ട്. നമുക്ക് ലഞ്ചില്ല. ലഞ്ച് നമ്മൾ നേരത്തെ കഴിച്ചല്ലോ. ലഞ്ച് നമ്മൾ മാംഗ്ലൂർ വന്ദേ ഭാരത് നമ്മൾ കഴിച്ചതാണ്. നമുക്കിന്നത്തെ ലഞ്ചില്ല. നമുക്കിന്നത്തെ വൈകുന്നേരം സ്നാക്സും ഡിന്നറുമാണ് കിട്ടുക. ഇന്ന് ക്രിസ്മസ് ദിനമായതുകൊണ്ട് നമ്മുടെ പാൻട്രി കാറ്ററിംഗ് സ്റ്റാഫൊക്കെ നമ്മുടെ സാന്റാക്ലോസിൻ്റെ റെഡ് തൊപ്പിയൊക്കെ വെച്ചാണ് ഇന്ന് നിൽക്കുന്നത് എല്ലാവരും. സമയം 2:37. ആൾക്കാർ ഇപ്പോഴും കയറി വരുന്നേ ഉള്ളൂ നമ്മുടെ വണ്ടിയിലോട്ടുള്ള ആൾക്കാർ. അപ്പം നമ്മുടെ കോച്ച് ഒരു ഡ്രൈവിംഗ് ട്രെയിലർ കാറാണ്. TSDTC 235359 മെയ് 2023 പണിതാണ്. അപ്പോൾ 1.5 വയസ്സിന് മേലെയായി. ICF ഓഫ് കോഴ്സ് ICF ബിൽട്ടാണ്. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 2 ജനശതാബ്ദി എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. ജനശതാബ്ദി എക്സ്പ്രസ് ജസ്റ്റിങ് എത്താറായി. മിക്കവാറും ഇത് കയറി വന്നിട്ടേ നമുക്ക് ക്ലിയറൻസ് കിട്ടാൻ സാധ്യതയുള്ളൂ. കാര്യം ഇത് വന്നിട്ട് ആ ലൈൻ നമ്മൾ ക്രോസ് ചെയ്യണം. പുണെ ഷെഡിന് 37724 RAP 7 ആണ് ലോക്കോ. ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് മുംബൈ മഡ്ഗാവ് ജനശതാബ്ദി എക്സ്പ്രസ് ആണത്. നമ്മൾ ഡോർ ക്ലോസ് ആവാറായി തോന്നുന്നു. ഒരു ഹോണടി കേട്ടു. സമയം 2:39. അപ്പോൾ നമ്മൾ ഡോർ അടയാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്.
നമ്മുടെ സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. സ്റ്റാർട്ടർ ആംബർ കാണാൻ എനിക്ക് ഇവിടുന്ന്. നമ്മൾ സ്റ്റാർട്ടർ ആയിട്ടുണ്ട്. പിന്നെ ഈ ഡോർ അടയാനുള്ള സിഗ്നൽ ഉടനെ വരുമെന്ന് തോന്നുന്നു. ഇവിടെ ഡോർ അടഞ്ഞു. 2:40 കൃത്യം. ഡിപ്പാർച്ചർ ടൈം ആയപ്പോഴാണ് ഡോർ അടഞ്ഞത്. ജനശതാബ്ദി കയറി വരാൻ നിന്നതുകൊണ്ട് നമ്മൾ ഇത്തിരി ലേറ്റായി. നമ്മൾ പുറപ്പെടുകയെന്ന് തോന്നുന്നു. യെസ്, 2:40 തന്നെ എടുത്തു. അപ്പോൾ നമ്മളങ്ങനെ യാത്ര പുറപ്പെട്ടു. നമ്മുടെ കോച്ച് അത്യാവശ്യം കാലിയാണ്. ഒരുപാട് സീറ്റൊന്നും കാലിയില്ല. അവിടെ ഇവിടെയൊക്കെ സീറ്റ് കാലിയുണ്ട്. അത്രയുള്ള ഒരു 10 സീറ്റ് വല്ല മൊത്തത്തിൽ കാലിയുണ്ടാവും. അതിലൊന്ന് എൻ്റെ അടുത്തുള്ള സീറ്റാണ്. നമ്മൾ ജസ്റ്റ് മഡ്ഗാവിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ഈ കാണുന്നതൊക്കെ പുതിയ പ്ലാറ്റ്ഫോംസാണ്. പ്ലാറ്റ്ഫോം 4, 5, 6 ആണ്. ഒരു കൃഷ്ണരാജപുരം WDP 4D കിടക്കുന്നുണ്ട്. 40452. മിക്കവാറും പഞ്ചഗംഗയെ കൊണ്ടുവന്ന ലോക്കമായിരിക്കും ഇത്. അപ്പോൾ ഫോക്സ്, നമ്മുടെ 1 ഡേ ഭാരത് എക്സ്പ്രസ് ജേർണിയിൽ നമ്മുടെ സെക്കൻഡ് ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് മഡ്ഗാവ് ജംഗ്ഷനിൽ നിന്ന് മുംബൈ CSMTയിലേക്കുള്ള 22230 വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ജസ്റ്റ് പുറപ്പെട്ട് വണ്ടി പറന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് പറന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് മാജോർഡ വരെ ഡബിൾ ലൈനാണ്. പിന്നെ അങ്ങോട്ട് കുറേ ദൂരത്തേക്ക് വീര് വരെ നമുക്ക് സിംഗിൾ ലൈനാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലൊരു വിൻഡോ സീറ്റാണ്. കഴിയുന്നത്ര ക്രോസിങ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന പറയുന്നില്ല. കാര്യം വിൻഡോ സീറ്റ് തൊട്ടപ്പുറത്തെ സീറ്റിലെ ആളെ എല്ലാ പ്രാവശ്യം നമ്മൾ ബുദ്ധിമുട്ടിച്ച് നമ്മൾ എനിക്ക് ഇറങ്ങി പോകേണ്ടതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന പോലെ നമ്മൾ ക്രോസിങ്സ് എല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതാണ്. ഒരു കാപ്പി എടുക്കണം തോന്നി. കാപ്പി കൊണ്ടു തന്നു. കാപ്പി പക്ഷേ ഇത് പെയ്ഡാണെന്ന് പറഞ്ഞു. 20 രൂപ. നമുക്ക് എന്തായാലും ഒന്ന് മേടിച്ച് ഒരെണ്ണം കുടിച്ചേക്കാം. വല്ലാണ്ടിരിക്കുന്നു. ആ ലഞ്ച് നേരത്തെ 12 മണിക്ക് കഴിച്ചപ്പോൾ മണി 2 കഴിഞ്ഞല്ലോ. 2:45. അപ്പോൾ ഒരു കാപ്പി കുടിച്ചിട്ടിരിക്കാം നമുക്ക്. അപ്പോൾ ഇതിനകത്തുള്ളത് ഡയറി വൈറ്റ്നർ, ഷുഗർ, കോഫി, ചിക്കറിയാണ്. ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം. ഈ വരുന്ന മുംബൈ CSMT മഡ്ഗാവ് തേജസ് എക്സ്പ്രസ് ആണ്. ഇന്ത്യയിൽ കൂടെയുള്ള 4 തേജസ് എക്സ്പ്രസ്സുകളിൽ ഒരെണ്ണമാണിത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിനി മജോർദ സ്റ്റേഷനിൽ കയറാം. മജോർദ സ്റ്റേഷനിലേക്ക് കയറിയിട്ട് നമ്മൾ ട്രാക്ക് റൈറ്റ് സൈഡിലെ ട്രാക്കിലേക്ക് കടന്നിട്ട് നമ്മൾ അങ്ങനെ നേരെ കൊങ്കൺ റെയിൽവേയിലേക്ക് കയറി നമ്മൾ നേരെ ടുവേർഡ്സ് വർണ അങ്ങ് പോകും. ഇതായിരുന്നു മജോർദ സ്റ്റേഷൻ. മജോർദ സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കേരളയ്ക്ക് നമ്മൾ ടുവേർഡ്സ് വർണ നമ്മൾ കണ്ടിന്യൂ. നമ്മൾ റൈറ്റ് എടുത്ത് ടുവേർഡ്സ് വർണ കണ്ടിന്യൂ. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടൊരു സെറ്റ് ഓഫ് ട്രാക്കുകൾ വാസ്കോയിലേക്ക് പോകും. ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണിക്കാൻ നിർവാഹമില്ല, അതുകൊണ്ടാണ്.
ജസ്റ്റ് ജുവാരി നദി കടക്കാൻ പോവാണ്. ജുവാരി നദിയുടെ റോഡ് ബ്രിഡ്ജാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ വ്യൂസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാണ്ഡവി എക്സ്പ്രസ്സിനെ ട്രാവൽ ചെയ്തപ്പോൾ കാണിച്ചായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് റൈറ്റ് സൈഡിലത്തെ വ്യൂസാണ് കാണിക്കുന്നത്. സൈസ് കണ്ട പുഴയുടെ, ഇതൊരു പുഴയാണ്, നല്ല വലുപ്പം, നല്ല വീതിയാണ് ഇവിടെ. അപ്പുറത്തെ സൈഡിൽ പാലം നല്ല ഭംഗിയാണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഈ സൈഡ് കാണിച്ചേക്കാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് തിവിം സ്റ്റേഷനിലോട്ട് എത്തുന്നു. ഈ ട്രെയിനിൽ അനൗൺസ്മെൻറ്റ് 4 ഭാഷയിലുണ്ട്. മറാഠി, കൊങ്കണി ആൻഡ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് 4 ഭാഷയിൽ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. കൊങ്കണി അനൗൺസ്മെൻറ്റ് പറ്റുകയാണെങ്കിൽ ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൊങ്കണി അനൗൺസ്മെൻറ്റ് ഞാൻ റെക്കോർഡ് ചെയ്ത് വയ്ക്കാം. भारतीय रेलवे बांग्ला प्रवास केल्या खाती उनका संरक्षण वेग बने करूं. ഇപ്പോൾ അനൗൺസ്മെൻറ്റ് കൊങ്കണിയിലായിരുന്നു. നമ്മളങ്ങനെ ടി വി സ്റ്റേഷനോട് എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഡോറ് തുറന്നു, നമ്മൾ ഫിലിം സ്റ്റേഷനിലെത്തി. 2 മിനിറ്റ് നിൽക്കും ഇവിടെ. പെട്ടെന്ന് പറഞ്ഞാൽ യാത്രക്കാർ കയറുന്നുണ്ട്. യാത്രക്കാർ കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നേടാം. നമ്മുടെ സിഗ്നൽ തന്നെ റെഡാണ്, ഉടനെ എടുത്തു പോയില്ല. അവിടെ കാറ്ററിങ്ങിൻ്റെ സ്റ്റാഫ് നമ്മുടെ ഈവനിങ് സ്നാക്സൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി. ഇതൊന്ന് മഡ്ഗാവിൽ തന്നെ ലോഡ് ചെയ്യുന്നു തോന്നുന്നു ഈവനിങ് സ്നാക്സൊക്കെ. അപ്പോൾ ഡോറടഞ്ഞു. ഇപ്പം നമ്മൾ പുറപ്പെടുകയായി. സമയം 3:36. ലേറ്റ് ആണോ ടൈം ആണോ എന്നുള്ളതൊക്കെ ഞാൻ താഴെ തീർച്ചയായിട്ടും കമൻട്രി ആയിട്ട് ഇടാം. കാരണം ഞാൻ കുറച്ചധികം നേരം കിടന്നിട്ട് എടുത്ത കേട്ടോ. നമ്മൾ ഡോർ അടഞ്ഞു കഴിഞ്ഞ് പിന്നെ 2 മിനിറ്റ് കിടന്നു. 2 മിനിറ്റോളം കിടന്നിട്ടാണ് ഈ പാനങ്ങി തുടങ്ങിയത്. നമ്മുടെ പുറകെ ജനശതാബ്ദി എക്സ്പ്രസ് ഉണ്ട്, അതിൻ്റെ പുറകെ തേജസ് എക്സ്പ്രസ് ഉണ്ട്. ജനശതാബ്ദിക്ക് ഇവിടെ സ്റ്റോപ്പ് ഇടുന്നത്, നല്ല യാത്രക്കാരൊന്നും ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. നമ്മളങ്ങനെ ജസ്റ്റ് ടി വിയിൽ നിന്ന് പുറത്തോട്ട് വിടുന്നു.
ഇനി ട്രെയിൻ അടുത്ത സ്റ്റോപ്പ് 4:18 കൺകവലിയിൽ. അത് കഴിഞ്ഞ് 5:45 രത്നഗിരിയിൽ. അങ്ങനെയാണ് ഇനി ടൈം ടേബിൾ കാണിക്കുന്നത്. ഇനി 78 കിലോമീറ്റർ ആയിട്ടാണ് അടുത്ത സ്റ്റോപ്പ് ഉള്ളത്. ഇത് കൊങ്കണിയായിരുന്നു. നമുക്ക് കൊങ്കൺ റെയിൽവേയിൽ 120 kmph വരെ പോകാൻ പെർമിഷൻ ഉണ്ട്. LHB വെഹിക്കിൾക്കും വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്കും 120 kmph ആണ് മാക്സിമം പെർമിഷൻ സ്പീഡ്. നമ്മൾ 118 kmph അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. 119, 118 മാക്സിമം സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ TV കഴിഞ്ഞു. നമ്മൾ ഏകദേശം പേടിനെ എത്താറായിട്ടുണ്ട്. ഈ കിടക്കുന്ന എറണാകുളത്തേക്കുള്ള മംഗള എക്സ്പ്രസ് ആണ്. നമ്മൾ എറണാകുളത്തേക്കുള്ള മംഗള എക്സ്പ്രസ്സിലൊരു ട്രിപ്പ് ഉടനെ ചെയ്യുന്നുണ്ട്. ഒരു ലോങ് ട്രിപ്പാണത്. വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ നമ്മൾ പുറപ്പെട്ട് അധികം താമസിച്ചത് തിവിയും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പേടിനെ കഴിഞ്ഞപ്പോൾ ഒരു ഇന്നത്തെ ഈവനിങ് സ്നാക്സ് കൊണ്ട് തന്നിട്ട് പോയി. ഇതൊക്കെയാണ് നമ്മുടെ പ്ലേറ്റിലുള്ളത്. പതിവ് പോലെ ലൈറ്റ് ചിവിടയുണ്ട്. ലൈറ്റ് ചിവിടയില്ലാത്തൊരു കളിയില്ല. അപ്പോൾ ലൈറ്റ് ചിവിടയുണ്ട്. ലോട്ടറി ചോക്കോ പൈ ഉണ്ട്. റിയൽ ഓറഞ്ച് ഫ്ലേവർ. ഞാൻ ഓറഞ്ച് ഫ്ലേവർ ആദ്യമായിട്ട് കാണുന്നത്. ടൊമാറ്റോ കച്ചപ്പുണ്ട്. ഗിർനർ ചായ ഉണ്ട്. മാംഗോ ഡ്രിങ്ക് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഫ്രൈഡ് സ്നാക്ക് ഉണ്ട്. ഫ്രൈഡ് സ്നാക്ക് കച്ചോരി ആണെന്നാണ് നമ്മുടെ വെണ്ടർ പറഞ്ഞത്. അതിൻ്റെ നല്ല എണ്ണയുണ്ട്. കച്ചോരിയുണ്ട്. അത് കൂട്ടി കഴിക്കാൻ കച്ചപ്പുണ്ട്. ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. കച്ചോരി നമ്മൾ കേരളീയർക്ക് അത്ര സുപരിചിതമായിട്ടുള്ളൊരു സ്നാക്കല്ല. കച്ചോരി എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ഫ്രൈഡ് സ്നാക്കാണ്. മൈദയാണ് ബേസിക്കലി. അതിനകത്തൊരു ഫില്ലിംഗ് ഉണ്ട്. ചെറുപയർ പരിപ്പാണ് ഫില്ലിങ്. ചെറുപയർ പരിപ്പ്, മൂങ്താൾ ഫില്ലിങ്, മൂങ്താൾ മല്ലിയൊക്കെ കൂടെയുള്ളൊരു ഫില്ലിങ്ങാണ്. ആ ഫില്ലിങ് നിറച്ചിട്ട് ഇനി ഒരു ചെറിയ ബോളാക്കി പരത്തിയിട്ട് അതിനെ വറുത്തെടുക്കുന്നതാണ് കച്ചോരി എന്ന് പറയുന്നത്. ഇത് രാജസ്ഥാനിലൊക്കെ ഉള്ള ഫ്രീക്വൻ്റ് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. സാവന്ത്വാടി റോഡിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന തുത്താരി എക്സ്പ്രസ് ഉണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 4:30 ഇനി അധികം നേരം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കൂടി നമുക്ക് പകൽ വിളിച്ചുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പായ കൺകവലിയിലേക്ക് എത്താണ്. ജസ്റ്റ് കൺകവലി സ്റ്റേഷൻ എടുക്കുന്നതിന് മുമ്പുള്ളൊരു പാലമുണ്ട്. അടിപൊളി പാലം. കഴിഞ്ഞ വർഷം പാലത്തിനൊക്കെ മറ്റേ സൈഡ് ഞാൻ കാണിച്ചായിരുന്നു നമ്മൾ മാണ്ഡവി എക്സ്പ്രസ് വീഡിയോ ചെയ്തപ്പോൾ. നമ്മളങ്ങനെ ലൂപ്പ് ലൈനിലുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയാണ്. പ്ലാറ്റ്ഫോം നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. പക്ഷേ റൈറ്റ് സൈഡിൽ ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് പ്ലാറ്റ്ഫോം നോക്കാം. അങ്ങനെ കൺകവളിയിലേക്ക് എത്തുന്നു. പുणे ഷെഡിൻ്റെ 30224 വാബ് 7 മാണ്ഡവി എക്സ്പ്രസ് ആണ് മഡ്ഗാവിലേക്ക് പോകുന്നത്. നിർത്തിയിട്ട് എടുക്കുക എന്ന് തോന്നുന്നു. ഒരു ഹോണിഡ് കിട്ടും. നമ്മുടെയാണോ മാണ്ഡവിയുടെ ആണോ എന്നറിയില്ല. മാണ്ഡവിയുടെ ആയിരുന്നു തോന്നുന്നു. ഡോറടയുന്നുണ്ട്.
അപ്പോൾ ഡോറടഞ്ഞു. ഇപ്രാവശ്യത്തെ ഡോറടഞ്ഞ് ഓൾമോസ്റ്റ് 2 മിനിറ്റ് നമ്മൾ അനങ്ങിയത്. ജസ്റ്റ് വിട്ടു. സമയം 4:38 എൻ്റെ വാച്ചിൽ. ഇവിടെയൊക്കെ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ് അത്യാവശ്യം നടക്കുന്നുണ്ട്. കാര്യം ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് PWD വഴി കുറേ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. കർണാടകയിലോ അല്ലെങ്കിൽ ഗോവയിലോ ഒന്നും നടക്കുന്നില്ല. കൊങ്കൺ റെയിൽവേ ഇപ്പോൾ IR മേജ് ചെയ്യുമെന്ന് പറയുന്നത്. മേജ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഡ്രൈവിംഗ് ട്രെയിലർ കാറിലായുണ്ട്. ഇവിടെ ഒറ്റ ടോയ്ലറ്റ് ഉള്ളൂ ഈ കോച്ചിന്. അതൊരു ഹാൻഡിക്യാപ്പ് ഫ്രണ്ട്ലി ടോയ്ലറ്റാണ്. ആകെ 44 യാത്രക്കാർക്ക് ഒരൊറ്റ ടോയ്ലറ്റാണുള്ളത്. ഇതൊരു സ്ലൈഡിങ് ഡോറിലെ ടോയ്ലറ്റാണ്. നമുക്ക് ടോയ്ലറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം. തുറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടോയ്ലറ്റാണിത്. ഇതാണ് ടോയ്ലറ്റ്. ഇതിന് ഡോറ് ചെയ്തിട്ട് ഇങ്ങനെ ലോക്കഡാണ്. ഇതാണ് ഈ ടോയ്ലറ്റ്. ഇവിടെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ ടോയ്ലറ്റാണുള്ളത്. വാഷ് ബേസിനുണ്ട്, മിററുണ്ട്, പിന്നെ സോപ്പ് ഡിസ്പെൻസറുണ്ട്, പിന്നെ ഇവിടെ ഒരു നാപ്പി ചേഞ്ചിങ് സ്റ്റേഷനുണ്ട്. ഇത് ഹാൻഡ് ഡ്രയറാണ്. ഫ്ലഷിൻ്റെ സ്വിച്ചും ബാക്കി റെഗുലർ സ്റ്റഫൊക്കെ ഉണ്ട്. അത്യാവശ്യം വൃത്തിയുണ്ട്. ഭയങ്കര വൃത്തിയൊന്നുമില്ല. പ്രായം കാണാനുണ്ട്. കോച്ചിൻ്റെ പ്രായം ശരിക്കും കാണാനുണ്ട്. നമ്മൾ രത്നഗിരിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ സൺസെറ്റ് ആവാറായി. സൂര്യൻ നല്ലോണം താഴ്ന്നു കഴിഞ്ഞു. ഏതൊരു ട്രെയിൻ നമ്മൾ ക്രോസ് ചെയ്യണം. അത് ഇൻഡോർ കൊച്ചുവേളി എക്സ്പ്രസ് ആയിരിക്കണം. സമയം ഇപ്പോൾ 5:50 ജസ്റ്റ് രത്നഗിരിയിലോട്ട് കയറാൻ പോകുന്നു. ഇവിടെ നമുക്ക് ക്രോസിങ് ഒന്നുമില്ല. ഇപ്പോഴത്തെ സൈഡിൽ വണ്ടി എന്തോ ഒരു വണ്ടി നിൽപ്പുണ്ടല്ലോ. ഒരു വാഗ് 7 നിൽപ്പുണ്ട്. അല്ല, വാപ്പ് 7 ആണ്. ഓ, വാഗ് 9 ആണ്. ട്വിൻസ് EF 12K 65009A. പക്ഷെ കാണാൻ യോഗമില്ല. ഇപ്പുറത്തായിട്ടൊരു വാഗ് 9 നിൽപ്പുണ്ടായിരുന്നു. 3172 ലുധിയാനയുടെ ഷട്ട് ഡൗൺ ചെയ്തത്. നമ്മൾ ജസ്റ്റ് രത്നഗിരിയിലെ പ്ലാറ്റ്ഫോം നമ്പർ 3 കയറിയിരിക്കുകയാണ്. രത്നഗിരി വടപ്പാൻ ഫേമസിനാണല്ലോ. അപ്പം നമ്മളൊരു വടാപ്പാവ് മേടിച്ചേക്കാന്ന് വെച്ചു. രത്നഗിരി വിട്ടാൽ അധികം ആവശ്യം നമുക്ക് ഡിന്നർ വരും. അതിന് മുമ്പ് ഒരു വടാപ്പാവ് നിൽക്കാമെന്ന് വെച്ചു. സ്റ്റാർട്ടർ ആയിട്ടുണ്ട്.
ഹോൺ അടിക്കുകയും ചെയ്തു. അപ്പോൾ മിക്കവാറും ഇപ്പോൾ ഡോർ അടഞ്ഞ സാധ്യതയുണ്ട്. ഡോർസ് ആർ ക്ലോസിംഗ് അനൗൺസ്മെൻറ്റ് വന്നു. ഇതാ അടയാണ്. അപ്പോൾ അങ്ങനെ ഡോർ അടഞ്ഞു. നമ്മളെന്നാൽ രത്നഗിരിയിൽ നിന്ന് പുറപ്പെടുകയായി. നമ്മളിപ്പോൾ KD സ്റ്റേഷനിലാണ്. വണ്ടി വന്ന് നിന്നു, പക്ഷേ ഡോർ ഓപ്പൺ ആയില്ല ഇതുവരെ. പക്ഷേ ബന്ധു ഒരു ഹെഡേഴ്സ് ക്ലോസിങ് എന്ന് പറഞ്ഞാൽ മാത്രമേ അനൗൺസ്മെൻറ്റ് വന്നുള്ളൂ. ഇപ്പോഴാണ് ഡോർ തുറന്നത്. ഇതാണ് KD സ്റ്റേഷൻ. തീരെ വെളിച്ചമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഷെൽട്ടർ ഇല്ലാത്ത പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഒരുപാട് മാറി നിൽക്കുന്നില്ല. അതിനകത്തോട്ട് കയറി നിൽക്കാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് ഇതുവഴി ഒരു ക്രോസിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ഗരീബ് രഥ് എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. എന്തിനാണോ റൈറ്റ് സൈഡിലെ ഡോർ അവർ ഓപ്പൺ ചെയ്തെന്ന് അറിയില്ല. എന്തായാലും റൈറ്റ് സൈഡിലെ ഡോർ ഓപ്പൺ ആയി. ഗരീബ് രഥ് അല്ല, വേറൊരു വണ്ടിയാണ്. കേരളത്തിലേക്കുള്ള ഏതോ വണ്ടിയായിരുന്നു, ഏതാണെന്നറിയില്ല. ഏതോ ഒരു വണ്ടി പോയി. അപ്പോൾ ഇന്നത്തെ അത്താഴം കൊണ്ടുവന്ന് സെർവ് ചെയ്തിട്ടുണ്ട്. ഡിന്നർ വന്നിട്ടുണ്ട്. ഡിന്നർ ഒരു രത്നഗിരി എന്നുള്ള കൂടി നല്ല ചൂടുള്ള ഭക്ഷണമാണ്. ദാളുണ്ട്, പനീറുണ്ട്, റൈസുണ്ട്. എനിക്കിന്ന് സ്വീറ്റാണെന്ന് തോന്നുന്നു. മറ്റേ എന്തോ സ്വീറ്റാണെന്ന് തോന്നുന്നു. ഐസ്ക്രീം അല്ല, സ്വീറ്റാണ്. പിന്നെ ഡ്രൈ സബ്ജിയാണെന്ന് തോന്നുന്നു. ചപ്പാത്തി ഉണ്ട്. പിന്നെ അതുപോലെ തൈരുണ്ട്. ഈ ട്രേ ടേബിൾ തീരെ ചെറുതാണ്. നമുക്ക് നല്ല തുറന്നിട്ട് കാണാം. ഇതൊക്കെയാണ് നമ്മുടെ ഡിന്നറിലുള്ളത്. ദാളുണ്ട്, ഒരു പനീറിൻ്റെ ഒരു കറിയുണ്ട്. കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. നല്ല മണമൊക്കെ ഉണ്ട്. ക്യാപ്സിക്കൊക്കെ ഉണ്ട്. ഇത് ദാളാണ്. ദാൾ നല്ലോണം വാട്ടർ ചെയ്യണം. പിന്നെ റൈസുണ്ട്. ഒരു ഡ്രൈ വെജിറ്റബിൾ ഉണ്ട്. ഉരുളക്കിഴങ്ങ് കടലുണ്ടല്ല, ഉരുളക്കിഴങ്ങ് മാത്രം. സ്വീറ്റാണ്, ഗുലാബ് ജാമുനാണ് എന്തിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഒരു 2 ചപ്പാത്തി ഉണ്ട്, തൈരുണ്ട്, പിക്കിളുണ്ട്, ഉപ്പുണ്ട്. ഇതൊക്കെയാണ് അതിനകത്ത് നമുക്ക് ഡിന്നറിന് വന്നിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് പൻവേൽ സ്റ്റേഷനോട് കയറിയിരിക്കുകയാണ്. വെളിച്ചം തീരെ കുറവാണ് സ്റ്റേഷനിൽ. പിന്നെ നമ്മുടെ ഗ്ലാസ് നല്ല ഹെവി ടിൻറ്റിങ് ഉള്ളതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കണ്ടുകൂടാ. നമ്മളങ്ങനെ പൻവേലിലെത്തി. സമയം 9:23. 23 മിനിറ്റ് ലേറ്റാണ്. നമ്മുടെ സിഗ്നൽ റെഡാണ്. എന്തായാലും പുറത്തിറങ്ങുന്നില്ല. നമ്മുടെ സ്റ്റാർട്ടറായി, മഞ്ഞ സ്റ്റാർട്ടറായിട്ടുണ്ട്. ഡോർ ഓടായി. അപ്പം നമ്മളങ്ങനെ പൻവേലിൽ നിന്ന് വിടുന്നു. ജസ്റ്റ് 1 മിനിറ്റ്. 23-ന് നിർത്തി 24-ന് ഡോർ അടയുകയും ചെയ്തു. ഇനി അടുത്ത സ്റ്റോപ്പ് താനയിലാണ്. താന കഴിഞ്ഞാൽ ദാദർ, കഴിഞ്ഞാൽ മുംബൈ CSMT. സമയത്തെത്തില്ല, എന്തായാലും ലേറ്റ് ഉറപ്പാണ്. 10:25 അടുത്ത ഷെഡ്യൂൾഡ് അറൈവൽ ടൈം. ഇനി ഏകദേശം 60 കിലോമീറ്റർ മേലെ ഓടാനുണ്ട്. ഇടയ്ക്ക് 2 സ്റ്റോപ്പും ഉണ്ട്. 1 മണിക്കൂർ കൊണ്ട് ഓടി എത്തിയാൽ നമ്മൾ ടൈമിനെത്തും. പക്ഷേ എത്തില്ല. അപ്പോൾ ഡിലേ ആവുമെന്നുള്ളത് ഷുവറാണ്. अपना सारा सामान अपने साथ ले जाना न भूलें। നമ്മൾ ജസ്റ്റ് ഥാനയിലേക്ക് എത്തുകയാണ്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 8-ലേക്കാണ് വന്നിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് പ്ലാറ്റ്ഫോം നമ്പർ 6-ൽ സൈനഗർ ഷിർഡി മുംബൈ CSMT വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. 2224. ഇത് 22230 ആണ്. അത് 22224 ആണ്. നമ്മുടെ സ്റ്റാർട്ടർ റെഡാണ്. പിന്നെ ഓട്ടോമാറ്റിക് സിഗ്നൽ ടെറിട്ടറിയാണ്. വേഗം വിട്ടുപോകും. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് സ്ട്രെച്ച് ധാനയിൽ നമ്മൾ വിടുകയായി.
दरवाजे ഓ നമ്മൾ बंद हो रहे എത്തിക്കഴിഞ്ഞിട്ടാണ് ഷിരടി എത്താൻ. അവനെ പിടിച്ചിട്ടിരിക്കാനൊന്നും അവിടെ നമുക്ക് തന്നെ അതിന് ക്ലിയറൻസ് കിട്ടി. Doors are closing. दरवाजे बंद हो रहे हैं. അപ്പോൾ നമ്മൾ ജസ്റ്റ് ദാദറിലേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടി ലേറ്റാണ്. CSMT എത്തേണ്ട സമയം കഴിഞ്ഞു. CSMT എത്തേണ്ട സമയം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ദാദറിൽ എത്തിയിട്ടുള്ളത്. മണി 10:31 22:31 ഇപ്പോൾ ജസ്റ്റ് ദാദർ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളൂ. वो भाई ऑप्शन नहीं है मेरे को 4 साल में गाड़ी ड्राइव करने की वो नहीं है चार्ज लेने का जल्दी कर നമ്മളങ്ങനെ ദാദറിൽ എത്തിയിരിക്കുകയാണ്. ദാദർ സിഗ്നലൊക്കെ ഓൾറെഡി പച്ചയാണ്. ഓട്ടോമാറ്റിക് സിഗ്നൽ ഇൻഡിക്കേറ്ററാണ്. ഓൾറെഡി പച്ചയാണ് കിടക്കുന്നത്. നമ്മൾ പുറകെ അടുത്ത ട്രെയിനും വന്ന് പുറത്തു നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഉടനെ എടുത്ത് പോകും. മിക്കവാറും അടുത്ത വന്ദേ ഭാരതേക്കും പുറത്തു നിൽക്കുന്നത്. ദർവാസ ബന്ദ് ഹോ രഹേ ഹൈ ഓൾറെഡി അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്ട്രെച്ചായ ദാദർ ടു മുംബൈ CSMTയിലോട്ട് നമ്മൾ ദാദറിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഒരു കഷ്ടിച്ച് എനിക്കൊന്ന് 9 കിലോമീറ്ററോ മറ്റൊന്നും ഉള്ളത് മുംബൈ CSMTയിലേക്ക്. അതോടുകൂടി നമ്മുടെ ഈ യാത്ര, നമ്മുടെ ഈ ലോങ് യാത്ര അവസാനിക്കുകയാണ്. നമ്മളിന്ന് രാവിലെ 8:30 മംഗളൂരു സെൻട്രലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്ക് ഇടയ്ക്കൊരു 1 hour ബ്രേക്ക് ഉണ്ടായിരുന്നു മഡ്ഗാവിൽ. അതും കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് മുംബൈയിലേക്ക് എത്തുന്നു. വണ്ടി ഏറെക്കുറെ കാലിയായി. മെജോറിറ്റി ക്രൗഡ് താനയിലും ദാദറിലോട്ട് ഇറങ്ങി. ഇനി വളരെ കുറച്ച് യാത്രക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് മുംബൈ CSMTയിലോട്ട് കയറിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 10:45. 20 മിനിറ്റ് ലേറ്റാണ് ഇപ്പോൾ ട്രെയിൻ. ജസ്റ്റ് നിർത്തുന്ന പ്ലാറ്റ്ഫോമുണ്ട്. സൈഡിലാണ് പ്ലാറ്റ്ഫോം. അപ്പോൾ അങ്ങനെ നമ്മൾ മുംബൈയിലെത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയം 10:46, 22:46 ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. നമ്മളിന്ന് രാവിലെ 8:30 യാത്ര തുടങ്ങിയതാണ്. അപ്പോൾ ഏകദേശം 14 മണിക്കൂറും 16 മിനിറ്റും കൊണ്ട് നമ്മൾ മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ ഏകദേശം 1.5 മണിക്കൂറോളം നമുക്ക് മഡ്ഗാവിൽ ലേ ഓവറായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ 13 മണിക്കൂർ അപ്രോക്സിമേറ്റ്ലി 13 മണിക്കൂറാണ് ഇപ്പോൾ മാംഗ്ലൂരിൽ നിന്ന് മുംബൈയിലോട്ടുള്ള റണ്ണിങ് ടൈം എടുത്തത്. ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് സുഖമായിട്ട് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാം മാംഗ്ലൂർ ടു മുംബൈ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫുൾ ലെങ്ത് വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ്, ഫീഡ്ബാക്ക്, സജഷൻസൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അറിയാമല്ലോ, നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നമ്മുടെ ഈ ചാനലിന് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സജഷൻസും നിങ്ങളെഴുതുന്ന എല്ലാ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട്. നിങ്ങളുടെ സജഷൻസൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. നമ്മൾ ഈ സജഷൻസ് എല്ലാം കൺസിഡർ ചെയ്ത് ഇതൊക്കെ നമ്മൾ എടുത്താണ് നമ്മൾ പുതിയ പുതിയ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന പുതിയ കണ്ടൻറ്റ് പലപ്പോഴും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ പോലെ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ മെമ്പർഷിപ്പ്, സൂപ്പർ താങ്ക്സ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെയേറെ അത്യാവശ്യമാണ്. ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുനടക്കാനും അതുപോലെ പുതിയ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു അടിപൊളി പുതിയ വീഡിയോയിൽ കാണാം. ഞാൻ ബോംബെയിലേക്ക് വന്നിരിക്കുന്നതിന് കുറച്ച് സെറ്റ് ഓഫ് വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടിപൊളി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.